നമ്മുടെ മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടി കടന്നു വന്നിരിക്കുന്ന ശ്രീ പ്രസാദ് ഗുരുപുരം അവരുകളെ സഹർഷം സ്വാഗതം ചെയ്തു. കവിയുന്ന മലഴിയാഴുമെന്നിൽ പ്രണയമുദിച്ചു കവിഞ്ഞു പാരപസ്യാൽ അണികരമേകിയണഞ്ഞിടുന്ന നാരായണ ഗുരു നായകനെന്റെ ദൈവമല്ലോ. ജയ നാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരി ശാരദേ ചതുരാസ്യാക്ഷി ശരചന്ദ്രമരീചികേ. ഓം ശ്രീനാരായണ ഗുരുരാധ്യാം ശ്രീ ശിവലിംഗാര്യമധ്യമാം ശ്രീബോധാനന്ദപര്യന്താം വന്ദേ ഗുരുപരമ്പര വന്ദേ ഗുരുപരമ്പര വന്ദേ ഗുരുപരമ്പര. എല്ലാവർക്കും നമസ്തേ. ഏറെ ബഹുമാന്യനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ KP മോനിച്ചൻ സാർ അവരുകളെ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ഈ വാർഡിൻ്റെ മെമ്പറും മീനടം പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റുമായ ബഹുമാനപ്പെട്ട PM സ്കറിയ സാർ അവരുകളെ, ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച KR രമേശൻ അവരുകളെ, ഈ യോഗത്തിന് കൃതജ്ഞത പറയുന്ന ശ്രീ ഗോകുൽ ജി അവരുകളെ, ഇവിടെ ആദരിക്കപ്പെട്ട പ്രിയപ്പെട്ട കുമാരിമാരായ അഡ്വക്കേറ്റ് അഖില അവരുകളെ, അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ മകളായ ഗംഗ SB ഗോവിന്ദ് അവരുകളെ, ഈ ആഘോഷ കമ്മിറ്റിയുടെ രക്ഷാധികാരിയായ ശ്രീമതി ശാന്തമ്മ ജനാർദ്ദൻ അവരുകളെ, കൂടാതെ ഈ ക്ഷേത്ര സങ്കേതത്തെ ഭംഗിയായ രീതി പൂജാതി കർമ്മങ്ങൾ നയിച്ചുകൊണ്ട് പോകുന്ന വൈദിക ശ്രേഷ്ഠരായ ശ്രീ കണ്ടമല്ലം PK ചന്ദ്രദാസ് തന്ത്രി അവരുകളെ, ബ്രഹ്മശ്രീ പുതിയകാവ് പത്മരാജ് തന്ത്രി അവരുകളെ, ബ്രഹ്മശ്രീ കണ്ടമംഗലം അജയകുമാർ ശാന്തി അവരുകളെ, അതുപോലെ ഈ ക്ഷേത്രത്തെ ഇവിടെ ഇങ്ങനെ സ്ഥാപിക്കുന്നതിനെല്ലാം കാരണബോധനായി ഇതിന് നിന്ന് ബ്രഹ്മശ്രീ സ്വാമി സൂര്യനാരായണ ദീക്ഷിത ഗുരു അവരുകളാണ് അല്ലേ, ഗുരുനാഥനാണ്. ആ ഗുരുനാഥൻ്റെ മണ്ണിൽ നിന്നാണ് ശരിക്കും ഞാൻ വരുന്നത്. എൻ്റെ വീടും കോത്തല സൂര്യക്ഷേത്രവുമായി 700 മീറ്റർ അകലമേ ഉള്ളൂ. ബ്രഹ്മശ്രീ സ്വാമി സൂര്യനാരായണ ദീക്ഷിതരാണ് ആ പരിസരത്തുള്ള നാനാജാതി മതസ്ഥരായ ആളുകളെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തിയതും ഇന്നവരെല്ലാം വലിയ ഭഗവന്മാരായി തീർന്നിട്ടുമുണ്ട്. നമുക്കറിയാം, ഗുരുനാഥൻ നമ്മളെ ക്ഷേത്ര സങ്കല്പങ്ങളും ഗുരുനാഥൻ്റെ ആരാധനാ സമ്പ്രദായങ്ങളുമൊക്കെ വളരെ ചിട്ടയോടുകൂടി നയിക്കുവാൻ നമ്മളെ പഠിപ്പിച്ച ഗുരുനാഥൻ്റെ ഒരു സ്മൃതി മണ്ഡപം ഈ ക്ഷേത്ര സങ്കേതത്തിലുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് ഗുരുനാഥനുമായി ബന്ധമുള്ള മണ്ണിൽ ചെല്ലുമ്പോൾ അവിടെയെല്ലാം ഞാൻ ഗുരുനാഥൻ്റെ ചിത്രം കൊടുക്കാറുണ്ട്. ഇവിടെ ഈ സ്മൃതി മണ്ഡപം ഉണ്ടെന്നറിയാവുന്നത് കൊണ്ടും ഇതിനു മുമ്പ് ഇവിടെ പൂജ കഴിച്ചുകൊണ്ടിരുന്ന ശാന്തിയായിരുന്ന ഇപ്പോൾ ശിവഗിരി മഠത്തിലെ ശാന്തിയായ ശിവനാരായണ തീർത്ഥസ്വാമിയോട് അടുപ്പമുണ്ടായിരുന്നതുകൊണ്ട് ഈ സന്നിധിയിൽ പലപ്പോഴും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളൊരു ക്ഷേത്രം എന്ന് പറയുന്നത് അതിനെ എങ്ങനെ പരിപാലിക്കണമെന്ന് ശ്രീനാരായണ ഗുരുദേവൻ നമ്മളെ പഠിപ്പിച്ചു. ഓരോ ക്ഷേത്രത്തിനും ഓരോ പ്രത്യേകതകളുണ്ട്. എവിടെയൊക്കെയാണോ പ്രതിഷ്ഠകൾ നടത്തിയത് അവിടെ എന്തൊക്കെ വേണമോ അതിനെല്ലാം ആ ജനങ്ങളിലേക്ക് എത്തിക്കത്തക്ക രീതിയിലുള്ള ഗുരുവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം എന്നുള്ളത്. ഏതാണ്ട് നമുക്കറിയാം, കൃത്യമായി പറഞ്ഞാൽ 138 വർഷം മുമ്പ് വരെ നമ്മൾ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങൾക്കുമെല്ലാം
പരിഹാരം കാണുവാൻ ശ്രീനാരായണ ഗുരുദേവൻ അരിയുപ്പുറത്തെ ശങ്കരൻകുഴിയിൽ നിന്നും മുങ്ങിയെടുത്ത ശിലാഖണ്ഡത്തെ ആ പാറമേൽ ചെത്തിയൊരുക്കിയ പാറമേലിലേക്ക് വെച്ചപ്പോൾ അവിടെ പ്രത്യേക രീതിയിലുള്ള പ്രഭാവലയം വന്ന് ശിലയോട് ഉരുകിച്ചേർന്ന ലോകത്തിലെ ഒരേ ഒരു പ്രതിഷ്ഠയേ ഉള്ളൂ. അത് അരിയുപ്പുറത്തപ്പൻ്റെ സന്നിധിയിലാണ്. ഞാനിവിടെ കുറച്ച് നോട്ടീസുകൾ എത്തിച്ചിട്ടുണ്ട്. 138ാമത് അരിയുപ്പുറം മഹാശിവരാത്രിയോടനുബന്ധിച്ച് ഇതാ മഹാകുംഭാഭിഷേകം നടക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 3700 പേർക്ക് രസീത് എഴുതുവാൻ ഞാൻ അവിടെ പങ്കാളിയാകുവാൻ സാധിച്ചു. അതിലധികം ആളുകൾ ആ അഭിഷേക ചടങ്ങിൽ പങ്കെടുത്തു. ഞാൻ പറഞ്ഞു വന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ സങ്കേതങ്ങളിലേക്ക് ഗുരുവിന്റെ ആ ദർശനത്തെ മനസ്സിലാക്കിക്കൊണ്ട്, ഗുരുവിന്റെ ക്ഷേത്ര കാഴ്ചപ്പാടുകളെ മനസ്സിലാക്കിക്കൊണ്ട് നാനാദിക്കിൽ നിന്നും ആളുകൾ ഒഴുകെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഇന്ന് ശ്രീനാരായണ ഗുരുദേവന്റെ മഹത്വവും ശ്രീനാരായണ ഗുരുദേവന്റെ ഈശ്വരീയതയും തപോധ ശക്തിയുമെല്ലാം ലോക ജനത മനസ്സിലാക്കുന്ന ഈ കാലഘട്ടത്തിൽ വിദേശ രാജ്യങ്ങളിൽ തന്നെ എത്രയോ മഹാസമ്മേളനങ്ങൾ സർവമത സമ്മേളനവുമായി ബന്ധപ്പെട്ടു നടന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെയുള്ള ഒരു ഗുരു നമുക്ക് ക്ഷേത്രം തന്നപ്പോൾ പറഞ്ഞു, ആ ക്ഷേത്രത്തോട് ചേർന്ന് വിദ്യാലയം വേണം, പൂന്തോട്ടം വേണം, മരങ്ങൾക്ക് ചുറ്റിനും നല്ല വൃത്തത്തിൽ മതിലുകൾ കെട്ടി അവിടെ ഇരുന്ന് ആളുകൾ വായനശാലയിൽ നിന്നും പുസ്തകങ്ങൾ എടുത്ത് വായിച്ചവർക്ക് അറിവുണ്ടായി. അറിവാണ് ഈശ്വരൻ. ആ അറിവിലൂടെ ആളുകൾ മുന്നേറണം എന്നുള്ള ഒരു ആശയത്തെ ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ തന്നു. അങ്ങനെയുള്ള ആ മഹാഗുരുവിന്റെ ആ ഇഷ്ടമനുസരിച്ച്, മഹാഗുരുവിന്റെ ആ നിശ്ചയമനുസരിച്ച് പ്രതിഷ്ഠിച്ച ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു പ്രതിഷ്ഠ എന്ന് പറയുന്നത് അരിയുപ്പുറത്തപ്പനെ തന്നെയാണ്. നമുക്കൊരു നിമിഷം നിങ്ങളെ ഞാൻ അരിയുപ്പുറത്തേക്ക് ക്ഷണിക്കുകയാണ്. അരിയുപ്പുറം ക്ഷേത്രത്തിൽ പോകാത്ത ആരുമില്ല. ഇന്ന് നാനാജാതി മതസ്ഥർ അവിടെ എത്തി ഭഗവാനെ ദർശിച്ച് ആ മഹാന്റെ മഹത്വങ്ങൾ മനസ്സിലാക്കി പോകുന്ന ഒരു കാലഘട്ടമാണ്. ശിവഗിരിയിൽ എങ്ങനെയാണോ തീർത്ഥാടന കാലത്തിൽ ആളുകൾ ചെല്ലുന്നത്, അതുപോലെ തന്നെ മഹാശിവരാത്രിയോടനുബന്ധിച്ച് അരിയുപ്പുറത്തേക്ക് ഒഴുകിയെത്തുന്ന ആളുകൾക്ക് കൈയും കണക്കുമില്ല എന്ന് പറയുന്നതാണ് അതിന് യാഥാർത്ഥ്യം. ഈ മാസം 6-ാം തീയതി അരിയുപ്പുറത്തപ്പന്റെ തിരുമുറ്റത്ത് അവിടെ കൊടിയേറി കഴിഞ്ഞാൽ 15-ാം തീയതി മഹാശിവരാത്രിയോടുകൂടിയാണ് അവിടുത്തെ ആ ഉത്സവം അവസാനിക്കുന്നത്, അല്ലെങ്കിൽ ആ ഉത്സവത്തിന് അവസാനം ഉണ്ടാകുന്നത്. അപ്പോൾ അവിടുത്തെ 1-2 പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ, സാധാരണ ക്ഷേത്രങ്ങളിലെല്ലാം അവിടെ എഴുന്നള്ളിക്കുന്നത് അവിടുത്തെ ദേവതയെ ആണ് എങ്കിൽ 9 ദിവസവും അരുവിപ്പുറത്ത് എഴുന്നള്ളിക്കുന്നത് സുബ്രഹ്മണ്യ ഭഗവാനെയാണ്. 10-ാം ദിവസം അരുവിപ്പുറത്ത് എഴുന്നള്ളിക്കുന്നത് സുബ്രഹ്മണ്യ ഭഗവാനെയും ശിവഭഗവാനെയും ഒപ്പം ശ്രീനാരായണ ഗുരുദേവന്റെ ചിത്രം അലങ്കരിച്ച ഒരു നമ്മുടെയൊക്കെ എന്താ പറയുന്നത് പല്ലക്ക് പോലെ അല്ലെങ്കിൽ ജീവിത പോലെയുള്ള ഒരുക്കത്തോടു കൂടി അതിവെച്ച് അതിമനോഹരമായ രീതിയിലുള്ള എഴുന്നള്ളത്ത് അവിടെ നടക്കുന്നു, നാദസ്വര മേളത്തോടു കൂടി. ഇതെല്ലാം കാണുവാൻ ധാരാളം ആളുകൾ എത്തിച്ചേരുന്നു. ഈ പ്രാവശ്യം നിങ്ങളെല്ലാവരെയും ഞാൻ വളരെ ഹൃദയപൂർവ്വം അരിയുപ്പുറത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അരിയുപ്പുറത്തപ്പന്റെ മണ്ണിലെത്തി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അവിടെ ഇരുന്ന് ജപിക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവന് അവിടുന്ന് സുബ്രഹ്മണ്യ ഭഗവാൻ ദർശനം കൊടുത്ത കൊടിതൂക്കി മലയിലേക്ക് നമ്മൾ കയറുമ്പോൾ ഇന്ന് ഏതാണ്ട് 378 പടികൾ കയറി ചെല്ലുവാൻ സൗകര്യമുണ്ടെങ്കിൽ കുണ്ടക്കല്ലുകൾക്കും മുള്ളുകൾക്കിടയിലൂടെ ശ്രീനാരായണ ഗുരുദേവൻ നഗ്നപാതനായി ആ കുന്നിലേക്ക് കയറി അവിടെ തപസ്സനുഷ്ഠിച്ച് അതിലൂടെ ആ സുബ്രഹ്മണ്യ ഉപാസനയുടെ ഫലമായി ബാലസുബ്രഹ്മണ്യൻ ഭഗവാൻ ദർശനം കൊടുത്ത ആ കുന്നിലേക്ക് നമ്മളൊന്ന് കയറുമ്പോൾ അവിടെയുള്ള ആ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്നിരിക്കുമ്പോൾ ഗുരു ഉള്ളിലേക്കെടുത്ത് വെളിയിലേക്ക് വിട്ട ആ വായു അലയടിക്കുന്ന അരിയുപ്പുറത്തിന്റെ മണ്ണിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ തീർച്ചയായും നമുക്കറിയാം ശ്രീനാരായണ ഗുരുദേവന്റെ ആ ഈശ്വരീയതയുടെ ആ തപോശക്തിയുടെ ബലം നമ്മളിലേക്കും കടക്കുന്നു. തൃപാദങ്ങൾ പറയുന്നു, ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രത്തെ എല്ലാവരും ചേർന്ന് പരിപാലിക്കണം. ഒരു ക്ഷേത്രം ദേശത്തിന്റെ ഐശ്വര്യമാണ്. ദേശവാസികൾക്ക് എന്നും അതൊരു മാർഗദീപമായിരിക്കണം. അവിടെ പ്രസംഗം നടത്തുവാൻ പറ്റിയ ഹോളുകൾ ഉണ്ടായിരിക്കണം, അവിടെ വിദ്യാലയങ്ങൾ ഉണ്ടായിരിക്കണം. ഒപ്പം അവിടെ എത്തുന്ന ആളുകൾക്ക് അന്നദാനവും നിങ്ങൾ കൊടുക്കണം. അവിടെ വരുന്ന ആരും വിശന്നു പോകുവാൻ പാടില്ല. ശ്രീനാരായണ ഗുരുദേവൻ 1888 ശിവരാത്രി നാളിൽ അരിയുപ്പുറത്ത് പ്രതിഷ്ഠ നടത്തി കഴിഞ്ഞപ്പോൾ 1-ാം ഉത്സവത്തിന് അവിടെ ഒരു വലിയ അത്ഭുതം തന്നെ ഉണ്ടായി. ചായൻ എന്ന് പറയുന്ന ഒരു പുലിയ സമുദായത്തിൽപ്പെട്ടയാള് നാഗസ്വരം വായിക്കാൻ പഠിച്ചതിന് ശേഷം ഉത്സവത്തോടനുബന്ധിച്ച് അവിടെ എത്തിയ ശ്രീനാരായണ ഗുരുദേവനെ കാണുവാൻ വേണ്ടി ചെല്ലുമ്പോൾ അന്ന് ക്ഷേത്രപ്രവേശനം അങ്ങ് നിഷേധിക്കപ്പെട്ടിരുന്ന കാലഘട്ടത്തില് ഒരു മരത്തിന്റെ ചുവട്ടിൽ അല്പം മാറി നിന്ന ആ ചായനെ ശ്രീനാരായണ ഗുരുദേവൻ നല്ലതുപോലെ ഒന്ന് നോക്കുകയും ചായന്റെ ഉദ്ദേശം എന്താണ്, ചായന്റെ സങ്കല്പം എന്താണെന്ന് മനസ്സിലാക്കിയ ശ്രീനാരായണ ഗുരുദേവൻ ചായനെ തൃപ്പാദങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു സൂത്രം പ്രയോഗിച്ചു. ആ സമയത്ത് ശ്രീനാരായണ ഗുരുദേവന്റെ അടുത്തേക്ക് കൊച്ചപ്പിപ്പിള്ള വൈദ്യർ എന്ന് പറയുന്ന ഒരു വൈദ്യര് ഒരു പഴറ്റി വാഴക്കുല, പഴുത്ത
വഴറ്റിവാഴക്കുലയുമായി ചെന്നപ്പോൾ അത് ഒരു ഇലയിൽ ഇട്ട് തൃപ്പാദങ്ങളുടെ മുന്നിൽ വെച്ചപ്പോൾ സ്വാമി തൃപ്പാദങ്ങൾ പറഞ്ഞു, ഈ പഴം ഇതാ അവിടെ മാറി നിൽക്കുന്ന ആളുകൾക്ക് കൊടുക്കണം. അവരെത്രയോ സുന്ദരന്മാരാണ്, കുളിച്ച് ഭസ്മക്കുറിയിട്ട് വെള്ള വസ്ത്രം എടുത്ത് വന്നിരിക്കുന്നു, അവർക്കെന്താ ഇങ്ങോട്ട് വരാൻ മേലെ? അപ്പോഴവിടെ ജാതിയുടെ പേര് പറഞ്ഞപ്പോൾ സ്വാമി തൃപ്പാദങ്ങൾ പറഞ്ഞു, ഇത് നമുക്ക് ചേർന്നതല്ല. നാം പ്രതിഷ്ഠിക്കുന്ന ക്ഷേത്രങ്ങളിൽ തീണ്ടലുള്ള ദേവനല്ല. ഇവിടെ ആരാധിക്കാൻ വരുന്നവരെ വിലക്കുവാൻ പാടില്ല. എല്ലാവർക്കും ആരാധനാ സ്വാതന്ത്ര്യം കൊടുക്കണം. ശുദ്ധിയോടുകൂടി ക്ഷേത്രത്തിൽ വന്നാൽ മതി. ശുദ്ധികൾ പാലിക്കണം. ആ ശുദ്ധി ഉണ്ടെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ ആർക്കും ദർശനം നടത്തുവാനും ആരാധന നടത്തുവാനും സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് സ്വാമി തൃപ്പാദങ്ങൾ പറഞ്ഞു, ഈ പഴം അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ കൊച്ചപ്പി വൈദ്യർ എന്ന് പറയുന്നയാള് ആ വാഴക്കുലയുമായി മുന്നോട്ട് നീങ്ങാൻ ഒരുങ്ങിയപ്പോൾ തൃപ്പാദങ്ങൾ പറഞ്ഞു, അത് വേണ്ട, നീ അതവിടെ വെക്ക്, അത് കായകളായി അറുത്തിടാൻ പറഞ്ഞ ഇലയിൽ. അങ്ങനെ കൊച്ചപ്പി പിള്ള വൈദ്യർ എന്ന് പറയുന്നയാള് ആ കായകൾ അറുത്ത് ഒരു ഇലയിൽ കൂട്ടുകയും ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ പറഞ്ഞു, അവർക്ക് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണ്ട, അവരിങ്ങ് വന്ന് മേടിക്കട്ടെ എന്ന് പറയുകയും അങ്ങനെ ചായനെയും കൂട്ടരെയും ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ കൈകാട്ടി വിളിച്ചപ്പോൾ ചായനും കൂട്ടർക്കും ഒരു വലിയ സംശയം, നമ്മെ തന്നെയാണോ അങ്ങനെ വിളിക്കുന്നത്? ഇതുപോലൊരു ഗുരുവിന്റെ സന്നിധിയിലേക്ക് ധാരാളം ആളുകൾ നിൽക്കുമ്പോൾ മറ്റുള്ളവരെല്ലാവരും മാറ്റിപ്പായിക്കുന്നിടത്ത് നമ്മെ ഇതാ അല്ലെങ്കിൽ ഞങ്ങളെ ഇതാ ആ സന്നിധിയിലേക്ക് വിളിക്കുന്നു. സ്വാമി തൃപ്പാദങ്ങൾ വീണ്ടും കൈ ഉയർത്തി അവരെ മാടി വിളിച്ചപ്പോൾ അവർ സാവധാനം ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ സന്നിധിയിൽ വന്ന് സ്വാമി തൃപ്പാദങ്ങൾ അവർക്ക് പഴം എടുത്തു കൊടുക്കുവാൻ തുടങ്ങി. അപ്പോൾ ചായൻ എന്ന് പറയുന്ന ആ നഗസ്വരം വായിക്കുന്നയാള് സ്വാമി തൃപ്പാദങ്ങളുടെ പാദത്തിന്റെ ചുവട്ടിലേക്ക് ആ നാദസ്വര കുഴൽ വെക്കുകയും അവൻ രണ്ട് കൈകളും നീട്ടിയപ്പോൾ സ്വാമി തൃപ്പാദങ്ങൾ പഴം കൊടുക്കുന്നതിന് മുമ്പ് അവന്റെ കയ്യിലേക്ക് ആ നാദസ്വരം എടുത്തു കൊടുത്തിട്ട് ചോദിച്ചു, നിന്റെ ആഗ്രഹം സഫലമായി അല്ലേ എന്ന് പറഞ്ഞ് പഴവും കൊടുത്ത് അനുഗ്രഹിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി നീ ഇവിടെ നിന്ന് നാഗസ്വരം വായിക്കുക എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാല് 1889 തന്നെ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നുവെന്ന് അവകാശപ്പെടുന്നതിൽ യാതൊരു തെറ്റുമില്ല. ശ്രീനാരായണ ഗുരുദേവൻ അത് ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കുക. 1936 പിന്നീട് മറ്റുള്ള ക്ഷേത്രങ്ങളിലേക്ക് നമുക്കെല്ലാവർക്കും കയറുവാനുള്ള സ്വാതന്ത്ര്യമായത്. എന്നാൽ ഇന്നും ശബരിമല പോലുള്ള പുണ്യഭൂമിയിലേക്ക് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞ് കെട്ടുമായി എത്തുന്ന ആളുകൾക്ക് അവിടെ അയ്യപ്പൻ എല്ലാവരെയും ഒരുപോലെ കാണുന്നുവെങ്കിൽ പൂജാതി സമ്പ്രദായങ്ങളിൽ അവിടെ ഇന്നും വേർഗത്തിൽ നിൽക്കുന്നു. മലയാളി ബ്രാഹ്മണർക്ക് പൂജിക്കുവാൻ സ്വാതന്ത്ര്യമുള്ളൂ എന്ന് പറയുമ്പോൾ ഇന്നും നമ്മൾ ഉള്ളൊരുക്കി അയ്യപ്പനെ വിളിച്ചുകൊണ്ട് ആ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ ഇന്നും ചില മനസ്സുകളിൽ അത് തളം കെട്ടി നിൽക്കുന്നില്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുക. എല്ലാ ദൈവങ്ങളും എല്ലാ ഈശ്വരന്മാരും എല്ലാ ആരാധനാലയങ്ങളിലേക്കും കടന്നു ചെല്ലുന്ന ഭക്തന്മാർക്ക് അവിടെ ഈശ്വരനുമായുള്ള ബന്ധത്തെ സ്ഥാപിച്ച് അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ സമ്പ്രദായങ്ങൾ ആചാര്യന്മാർ നമുക്ക് സ്ഥാപിച്ചു തന്നിട്ടുള്ളത്, തുടങ്ങി തന്നിട്ടുള്ളത്. ഇവിടെ ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നുണ്ട്, ഇരുളടഞ്ഞ ജീവിതമാണ് മനുഷ്യ ജീവിതത്തെ എപ്പോഴും അലട്ടുന്നത്. വെളിച്ചം വരുമ്പോൾ എന്ത് ചെയ്യും? ഇരുട്ട് പോയിക്കൊള്ളും, ജീവിതം തെളിയുകയും ചെയ്യും, നിങ്ങളുടെ ജീവിതം ഉന്മേഷമുള്ളതായി തീരും. ക്ഷേത്രങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഓരോ ആളുകൾക്കും അവരുടെ ജീവിതത്തിൽ ഉന്മേഷം ഉണ്ടാകുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടിയാണ്. അങ്ങനെ ഒരു ക്ഷേത്രത്തെ നമ്മൾ പരിപാലിച്ച് അതിനെ സംരക്ഷിച്ച് അതിനോട് ചേർന്ന് നിൽക്കുമ്പോൾ തീർച്ചയായും അവിടെ എത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും അതിന്റെ അനുഗ്രഹം ഉണ്ടാവും. ബ്രഹ്മശ്രീ സ്വാമി സൂര്യനാരായണ ദീക്ഷിതർ ഒരു പ്രാർത്ഥന നമ്മളെല്ലാം പഠിപ്പിച്ചു. ഓമല്ലയോ പ്രാണനായുള്ളവേ പരിശുദ്ധ സ്വരൂപാനന്ദദാതാവായ സ്വാമിൻ സർവജ്ഞ ജഗൽപിതാവേ പൂജനീയ പാപവിനാശന ധർമ്മതൽപരന്മാരുടെ ജീവനെ പ്രകാശിപ്പിക്കുന്നതും പാപത്തെ ദൂരെയകറ്റുന്നതുമായ അങ്ങയുടെ വിജ്ഞാന സ്വരൂപത്തെ ഞങ്ങൾ ഇന്ന് എന്ത് ചെയ്യുന്നു? കൈതൊഴുകയാണ്, ഞങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാപിക്കുകയാണ്. അതാണ് നമ്മളെ പഠിപ്പിച്ചത്. അവിടുന്ന് ജ്ഞാനമുണ്ടാകണം. ജ്ഞാനസ്വരൂപനായ ആ സൂര്യ ഭഗവാൻ, ആ ആദിത്യ ഭഗവാൻ എന്നിൽ വിളങ്ങണം, പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരിലും വിളങ്ങണം. അതാണ് ഗുരുനാഥൻ നമ്മളെ പഠിപ്പിച്ചത്. അവിടെ ജാതിമത ചിന്തകൾക്ക് അതീതമായി ഗുരുസന്നിധിയിൽ ആളുകൾ എത്തുമായിരുന്നു. എന്തിനു വേണ്ടി? കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തുവാൻ വേണ്ടി. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഭവനങ്ങളിൽ നിന്ന് രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവർ വന്നിട്ട് ബ്രഹ്മശ്രീ സ്വാമി സൂര്യനാരായണ ദീക്ഷിത ഗുരുനാഥനോട് അവിടുന്ന് ഭസ്മം ജപിച്ച് മേടിക്കുമായിരുന്നു. അന്ന് വലിയ ഒരു ഗുളികയുണ്ടായിരുന്നു, വായു ഗുളിക. വായു രോഗമായി ചെല്ലുന്ന ആളുകൾക്ക് ഗുരുനാഥൻ അത് കൊടുത്തിട്ട് പറയും ജീരക വെള്ളത്തിൽ അരച്ചു കുളിക്കാൻ. അങ്ങനെയെല്ലാം ധാരാളം ആളുകൾക്ക് അനുഭവ സമ്പത്തായ ഗുരുനാഥന്റെ സാന്നിധ്യമുള്ള ഈ സൂര്യനാരായണ ക്ഷേത്രം അല്ലെങ്കിൽ സൂര്യനാരായണ വിഷ്ണു ക്ഷേത്രം എന്ന് പറയുന്നത് ഈ ദേശത്തിന്റെ അഭിവൃദ്ധിക്കിടയാകേണ്ട ഒരു പ്രധാന കേന്ദ്രം തന്നെയാണ്. അതിനോട് നമ്മൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക. തീർച്ചയായും നമുക്കെല്ലാം തരും എന്ന് ആദ്യം സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളെ ഞാൻ എൻ്റെ ഗുരുവിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി വളരെ ശ്രദ്ധയോടുകൂടി അടുപ്പിക്കുകയാണ്. കോലത്തുകര ക്ഷേത്രത്തിലെ
ശ്രീനാരായണ ഗുരുദേവൻ ഒരു പ്രതിഷ്ഠ നടത്തി. ആ പ്രതിഷ്ഠ എന്ന് പറയുന്നത് കോലത്തുകര ദേശത്തുള്ള ആളുകൾ ആരാധിക്കുവാൻ പൊക്കൊണ്ടിരുന്നത് തൃപ്പാപ്പൂർ എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിലാണ്, ഒരു സവർണ ക്ഷേത്രത്തിലാണ്. അപ്പൊ അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് അവിടുന്ന് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. അപ്പോൾ കോലത്തുകരയുള്ള ആ ഭദ്രകാളി ക്ഷേത്രം എന്ന് പറയുന്നത് അവിടെ ആടിനെ വെട്ടിയും കോഴിയെ വെട്ടിയും ഒക്കെയുള്ള സമ്പ്രദായത്തിലുള്ള പൂജകൾ നടക്കുകയാണ്. അങ്ങനെ ശ്രീനാരായണ ഗുരുദേവൻ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ പറയുകയുണ്ടായി, ഇമാതിരിയുള്ള ആരാധനകളൊന്നും അത് ഉചിതമല്ല, അത് നാശത്തിലേക്ക് പോകും. അതുകൊണ്ട് ഒരു ജീവിയെയും ബലി കൊടുക്കുന്ന ആരാധനാ സമ്പ്രദായം നന്നല്ല. നമുക്ക് ഈ ദേവതയെ മാറ്റി അവിടെ മറ്റൊരു ദേവതയെ നമുക്ക് സങ്കല്പിക്കണമെന്ന് പറഞ്ഞ് അവിടെ ഒരു ശിവഭഗവാനെ പ്രതിഷ്ഠിക്കുകയാണ്, അല്ലെ? അപ്പൊ ആ ശിവഭഗവാനെ പ്രതിഷ്ഠിക്കുവാൻ വേണ്ടി നിശ്ചയിക്കുന്ന സമയത്ത് ആ ശ്രീകോവിലിനുള്ളിലിരിക്കുന്ന ഭദ്രകാളി വിഗ്രഹത്തെ ഇളക്കി മാറ്റുവാൻ അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞപ്പോൾ അവരിൽ ചില ആളുകൾ ഗുരുദേവന്റെ അനുഗ്രഹത്തോടു കൂടിയാണ്, അനുവാദത്തോടു കൂടിയാണ് ആ ശ്രീകോവിലിൽ കയറി ആ ഭദ്രകാളി വിഗ്രഹത്തെ ഇളക്കാൻ നോക്കിയപ്പോൾ അത് ഇളകി പോരുന്നില്ല. അവിടെ അവർ വല്ലാതെ വിഷമിച്ച് അവർ വെളിയിലേക്ക് വന്ന് സ്വാമിതൃപാദങ്ങളെ തൊഴുതപ്പോൾ സ്വാമിതൃപാദങ്ങൾ ആ ശ്രീകോവിലിനുള്ളിലേക്ക് കയറിയിട്ട് ആ രൗദ്ര ഭദ്രകാളിയുടെ വിഗ്രഹത്തെ ഒരു കൈ കൊണ്ട് എടുത്തിട്ട് സ്വാമിതൃപാദങ്ങൾ വെളിയിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, വടക്ക് പടിഞ്ഞാറേ മൂലയിലെ ഈ ഭദ്രകാളിയെ വെക്കുക, അതിനൊരു സാമ്പ്രാണി പോലും കത്തിക്കേണ്ട, അവിടെ ശിവഭഗവാനെ പ്രതിഷ്ഠിച്ചു. എന്നിട്ടോ നല്ലൊരു പ്രാർത്ഥന തന്നു, അല്ലേ? ആ പ്രാർത്ഥന അറിയാം എല്ലാവർക്കും. കാലാശ്രയമെന്നായണയുന്നോർക്കനുകൂലൻ ബാലാക്ഷന ധർമ്മിഷ്ഠരിലേറ്റ പ്രതികൂലൻ പാലിക്കണമെന്നെ പരിചോടിന്നു കുളത്തൂർ കോലത്തുകരെ കോവിലിൽ വാഴും പരമേശൻ. കുളത്തൂർ കോലത്തുകര കോവിലിൽ വാഴും പരമേശൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുളത്തൂർ അങ്ങ് കളഞ്ഞു, കോലത്തുകര വാഴും പരമേശ്വരനാക്കി, അല്ലേ? ആദ്യം എന്ത് ചെയ്തു? കുളത്തൂർ കോലത്തുകര വാഴും പരമേശ്വരനാണ് എങ്കിൽ പിന്നെ എന്ത് ചെയ്തു? പിന്നെ ആ കുളത്തൂറിനെ അങ്ങ് മാറ്റിയിട്ട് കോലത്തുകര വാഴുന്ന ആ പരമേശ്വരനെയാണ് സൂചിച്ചത്. നമ്മളെല്ലാം ഓരോ കോലങ്ങളാണ്, നമ്മളിലെല്ലാം ഈശ്വര ചൈതന്യമുണ്ട്. നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ഈശ്വരനെ ഉണർത്തിയെടുക്കുവാൻ ഗുരുദേവൻ മറ്റൊരു കൃതിയിലൂടെ നമുക്ക് തന്നു. ഏതാ കൃതി? ഏതാ? അടുപാമ്പേ പൂനം തേടുപാമ്പേ പൊരുളാനന്ദ കൂത്തു കണ്ടാടുപാമ്പേ, അല്ലെ? നമ്മുടെ കുണ്ടലിനി ശക്തി, അല്ലെ? നമ്മുടെ ആ മൂലാധാരത്തിലിരിക്കുന്ന മൂലാധാരം, സാധിഷ്ഠാനം, മണിപൂരക, അനാഹ, വിശുദ്ധി, ആജ്ഞാചക്ര, സഹസ്രാര പത്മത്തിലേക്ക് നമ്മളെ ഉയർത്തുവാൻ വേണ്ടി ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് തന്ന പ്രാർത്ഥനകളാണ്. ഇത് നല്ലതുപോലെ ജപിക്കണം, ഇത് നല്ലതുപോലെ ചൊല്ലണം. അത് ചൊല്ലുമ്പോൾ തീർച്ചയായും ശ്രീനാരായണ ഗുരുദേവന്റെ ക്ഷേത്ര സങ്കല്പത്തിലെ ആ പ്രാർത്ഥനയുടെ മഹത്വവും ഈശ്വരന്റെ മാഹാത്മ്യവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെയാണെങ്കിലും വിഷ്ണു ഭഗവാൻ, അല്ലെ? വിഷ്ണു ഭഗവാനാണ്. അപ്പൊ നമുക്ക് അവിടെ വേണമെങ്കിൽ എല്ലാം ശ്രീ വാസുദേവ സരസീരുഗപാഞ്ചജന്യ കൗമോദകീ ഭയ നിവാരണ ചക്രപാണി ശ്രീ വത്സ വത്സ സകലാമയ മൂലനാശൻ ശ്രീ ഭൂപതേ ഹരഹരേ സകലാമയമ്മേ. ആ പ്രാർത്ഥന എല്ലാം നിങ്ങൾക്കറിയാം. എത്രയോ മനോഹരമായ രീതിയിലാണ് ഗുരുവോട് വർണ്ണിച്ചു തന്നിരിക്കുന്നത്, അല്ലെ? അവിടെ ആ മഹാവിഷ്ണുവിന്റെ കയ്യിലുള്ള താമര, അതുപോലെ പാഞ്ചജന്യം എന്ന് പറയുന്ന ആ ശംഖ്, അതുപോലെ തന്നെ കൗമോദകി എന്ന് പറയുന്ന ഗദ, ആ മാറിലെ അടയാളം, കൗസ്തുകം, ഇതിനെല്ലാം ചേർത്ത് വെച്ച് ആ ദേവതയുടെ വർണ്ണനയാണ് അതിലൂടെ തന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ആ മഹാവിഷ്ണു എന്ത് ചെയ്യണം? എൻ്റെ ആമയം, എല്ലാ ദുഃഖങ്ങളും മാറ്റണം. ഇത് നമുക്ക് കുട്ടികളെ പഠിപ്പിക്കുവാൻ കഴിയണം. അതിൻ്റെയൊക്കെ സാമാന്യ അർത്ഥങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെല്ലുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ക്ഷേത്രങ്ങൾ തന്നതിൻ്റെ മാഹാത്മ്യവും അവിടെ തന്നിരിക്കുന്ന ദേവതകളുടെ മാഹാത്മ്യവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ നല്ല ജപമുള്ളവരായി, നല്ല പ്രാർത്ഥനയുള്ളവരായി മാറണം. ശിവരാത്രിക്കൊക്കെ നമ്മൾ തലേ ദിവസം ഒരിക്കലും നിന്ന്, ശിവരാത്രിയുടെ അന്ന് പറ്റുന്നവരെല്ലാം അന്നും ഒരിക്കലും നിന്ന് നല്ല വ്രതനിഷ്ഠയോടുകൂടി ശിവരാത്രി നമ്മൾ ആചരിക്കണം, അനുഷ്ഠിക്കണം. ഗുരു അതിന് നമുക്ക് കാണിച്ചു തന്നു, അരിയുപ്പുറത്തുനിന്ന് തുടക്കം കുറിച്ചു തന്നു. സാത്വിക ദേവനായ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ശിവഭഗവാനെ നമുക്ക് തന്നു. അതുകൊണ്ടാണ് ശിവഭഗവാന്റെ ആ 100 മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ, അല്ലെങ്കിൽ ശിവഭഗവാന്റെ 108 മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ ആ പുഷ്പാഞ്ജലി മന്ത്രത്തിനകത്ത് പറയുന്നു അഷ്ടമൂർത്തയേ നമഃ. ആ അഷ്ടമൂർത്തി എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളിലും അടഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യമായ എന്താണ് ആ ശിവഭഗവാനെയാണ് നമുക്ക് അവിടെ അരിയുപ്പുറത്ത് തന്നിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. അന്ന് ആ അരിയുപ്പുറത്ത് ആ ശിവപ്രതിഷ്ഠ നടക്കുമ്പോൾ ഏറ്റവും
ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ആ നടക്കാൻ ഇടയായ കാര്യം എന്ന് പറയുന്നത്, അരിയപ്പുറത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു കുടുംബമായിരുന്നു പുലിവാതുക്ക കുടുംബം. ആ പുലിവാതുക്ക കുടുംബത്തിലെ മാഠൻ വേലായുധൻ എന്ന് പറയുന്ന വൈദ്യര് ആരാധനയ്ക്ക് പൊക്കോണ്ടിരുന്നത് അവിടുന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള ആൻകോട് ക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രത്തിലാണ്. ആ ക്ഷേത്രം ഇന്നുമുണ്ട്. അത് ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ആ ക്ഷേത്രം. അതെനിക്ക് തോന്നുന്നു അതിന്റെ മുഖമണ്ഡപമൊക്കെ ഏതാണ്ട് 99-2000 കാലഘട്ടത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ MP ആയിരിക്കുന്ന നമ്മുടെ സുരേഷ് ഗോപി സാറാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നതാണ് എൻ്റെ വിചാരം. എന്തായാലും ആ ആംകോട് ക്ഷേത്രത്തിലേക്കാണ് ഈ വേലായുധം വൈദ്യര് ആരാധനയ്ക്ക് പോകുന്നത്. അപ്പോൾ സ്വാമി തൃപ്പാദങ്ങൾ അരിവിപ്പുറത്ത് ചെന്നു, താമസമാക്കി. അങ്ങനെ താമസമാക്കി കഴിഞ്ഞപ്പോഴത്തേനും അവിടെയുള്ള ഓരോ ആളുകളെയും പറ്റി പഠിച്ചു. അങ്ങനെ പഠിച്ചപ്പോൾ ആങ്കോട് ക്ഷേത്രത്തിലേക്ക് ആരാധനയ്ക്ക് പോകുന്ന വൈദ്യരെ പറ്റി സ്വാമി തൃപ്പാദങ്ങൾ അറിഞ്ഞു. അങ്ങനെ ആങ്കോട്ടേക്ക് വൈദ്യര ആരാധനയ്ക്ക് പോകുമ്പോൾ എങ്ങനെയാ പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കൊട്ടയ്ക്കകത്ത് കാഴ്ചദ്രവ്യങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ വൈദ്യരുടെ കൂടെ കൊട പിടിക്കാനും മുറുക്കാഞ്ചെല്ലം പിടിക്കാനും ഈ ചുമടെടുക്കാനും ആളുണ്ട്. അത്രയ്ക്ക് പ്രഗത്ഭമായ പുലിവാതുക്കൾ കുടുംബത്തിലെ വൈദ്യരാണ് ഇങ്ങനെ പോകുന്നത്. അങ്ങനെ ഏറ്റവും വലിയ ആ വൈദ്യൻ ആരാധനയ്ക്ക് പോകുന്ന എവിടെയാണ്? ആംകോട് ക്ഷേത്രത്തിലേക്ക്. അപ്പോൾ ഇത് പോകുമെന്ന് അറിഞ്ഞുകൊണ്ട് സ്വാമി തൃപ്പാദങ്ങൾ പറഞ്ഞു, അടുത്ത പ്രാവശ്യം വൈദ്യര് ആംകോട്ടേക്ക് പോകുമ്പോൾ നാം കൂടി വരുന്നു. അപ്പോൾ വൈദ്യർക്ക് വലിയ സന്തോഷമായി. ആംകോട്ടുള്ള ആ ദേവനെ തൊഴുവാൻ വേണ്ടി തൃപ്പാദങ്ങൾ കൂടി വരികയാണല്ലോ. അങ്ങനെ ഇവിടുന്ന് ഗുരുദേവനും അതുപോലെ തന്നെ ഈ നമ്മുടെ വേലായുധൻ വൈദ്യരും അദ്ദേഹത്തിന്റെ സഹായികളും എല്ലാം ചേർന്ന് സാവധാനം ഇതാ ഒരു ദീപാരാധന തൊഴുവാൻ വേണ്ടി നേരെ എങ്ങോട്ട് പോവുകയാണ്? ആംകോട് ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ആംകോട് ക്ഷേത്രത്തിൽ ചെന്നു. ആംകോട് ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ ക്ഷേത്രത്തിന്റെ അന്ന് കമ്പ് കൊണ്ട് കെട്ടിത്തിരിച്ചിരിക്കുന്ന മതിലിനരിയിൽ നിന്നും ഏതാണ്ട് 40 അടി അകലെ മാറി ഒരു കല്ല് കുഴിച്ചിട്ടുണ്ട്. ആ കല്ലിന്റെ ചുവട്ടിൽ വരെ ചെന്നപ്പോൾ എന്ത് ചെയ്തു? വൈദ്യർ അവിടെ നിന്നു. വൈദ്യരുടെ കൂടെയുള്ള ആളുകൾ ആ കാഴ്ച വെക്കുവാനുള്ള സാധനങ്ങളെല്ലാം കൊട്ടയോടുകൂടി താഴെ ഇറക്കി വെച്ചു. ഒരല്പനേരം കഴിഞ്ഞ് വൈദ്യർ അവിടെ നിന്നൊരു മണിയടിച്ചപ്പോൾ അകത്തു നിന്നും ഒരു ശാന്തിക്കാരൻ വന്നതിൽ അല്പം വെള്ളമൊക്കെ കുടഞ്ഞതെല്ലാം എടുത്തുകൊണ്ട് പോയി. ഇതെല്ലാം കഴിഞ്ഞ് ദീപാരാധന കഴിയുമ്പോൾ ഇതാ ഒരു പൂജാരി ഈ 40 അടി അകലെ നിന്നുകൊണ്ട് ഈ പൂവും പ്രസാദവും എല്ലാം എറിഞ്ഞു കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കുവാൻ വേണ്ടി വൈദ്യർ നിന്നത് നമ്മുടെ നാട്ടിലെ കൊച്ചു കുട്ടികൾ മീൻ പിടിക്കാൻ കഴുത്തിൽ തോറത്തിന്റെ ഒരു അറ്റം കെട്ടിയിട്ട് ഇങ്ങനെ മീൻ പിടിക്കാൻ നിൽക്കുന്ന പോലെ വൈദ്യര് നിൽക്കുകയാണ്. അങ്ങനെ നിന്നപ്പോൾ ഒരല്പം ഒക്കെ ഈ തോറത്തിനകത്ത് വന്ന് വീണ് ബാക്കി മുഴുവൻ നിലത്ത് വീണതുമെല്ലാം വൈദ്യര് പെറുക്കിയെടുത്ത് അവിടുന്ന് സാവധാനം പോരുകയാണ്. അതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. വൈദ്യര് ഈ ക്ഷേത്രത്തിൽ തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ഈ ക്ഷേത്രത്തിനടുത്ത് നിന്നും കുറച്ചു ദൂരം മാറി ഒരു മരത്തിന് ചുവട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ഒരു നായ ഈ ക്ഷേത്രമുറ്റത്തൂടെ കയറിപ്പോയി. ഇതും തൃപ്പാദങ്ങൾ കണ്ടു. അപ്പോൾ ഈ ദർശനം കഴിഞ്ഞ് നടന്നു തൃപ്പാദങ്ങളുടെ അടുത്തേക്ക് കടന്നു വന്ന വൈദ്യരെ കണ്ടിട്ട് സ്വാമി തൃപ്പാദങ്ങൾ യാത്രാമധ്യേ ചോദിക്കുകയാണ്, വൈദ്യരെ, കുളിച്ച് ശുദ്ധിയായി വരുന്ന ഇരുകാലി മൃഗങ്ങൾക്ക് ഇമാതിരി ക്ഷേത്രങ്ങളിൽ പ്രവേശനമില്ല. യാതൊരു ശുദ്ധിയുമില്ലാത്ത നായ ആ ക്ഷേത്രമുറ്റത്തൂടെ കയറിപ്പോകുന്നു നാം കാണാനിടയായി. പിന്നെ എന്തുകൊണ്ടാണ് വൈദ്യരെ നമുക്കൊരു ക്ഷേത്രത്തെ കുറിച്ച് ആലോചിച്ചുകൂടാ എന്ന് ചോദിക്കുന്നത്? വൈദ്യർക്ക് വലിയ സന്തോഷമായി. സാമ്പത്തികം കൊണ്ടും അതുപോലെ തന്നെ ഭൂസ്വത്ത് കൊണ്ടും അവിടെ ആ വൈദ്യ പാരമ്പര്യം കൊണ്ടും വലിയ ശ്രേഷ്ഠനായ വൈദ്യര് പറഞ്ഞു, എല്ലാം സ്വാമി തൃപ്പാദങ്ങളുടെ ഇച്ഛയനുസരിച്ച് കൽപ്പനയനുസരിച്ച് ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. അപ്പോൾ സ്വാമി തൃപ്പാദങ്ങൾ പറഞ്ഞു, നമുക്കതിനുള്ള ഒരുക്കങ്ങൾ സാവധാനം ചെയ്യണം. അങ്ങനെ അതായത് 1888 ആ കുംഭമാസത്തിലെ ശിവരാത്രി നാൾ എത്താറായപ്പോൾ സ്വാമി തൃപ്പാദങ്ങൾ, നമുക്കറിയാം ഇന്ന് കാണുന്ന അരിയപ്പുറമല്ലെന്ന്, അന്ന് കാണുന്ന അരിയപ്പുറത്ത് കടുവയും മറ്റു വന്യമൃഗങ്ങളും എല്ലാമുള്ള ഉണ്ടക്കല്ലുകളുള്ള അങ്ങനെ ആ ആറിലേക്ക്, അല്ലെങ്കിൽ നെയ്യാർ എന്ന് പറയുന്ന ആറിലേക്ക് ഇങ്ങനെ കുത്തനെ ചെരിഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശത്തെ ആ ഉണ്ടക്കല്ലുകളും കാടുകളും വന്യമൃഗങ്ങളെയും കൊണ്ട് നിറഞ്ഞ ആ കാട്ടിൽ തപസ് ചെയ്ത അവിടെ താമസിക്കുന്ന ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ വൈദ്യരോട് പറഞ്ഞു, നമുക്ക് ഈ കാണുന്ന പാറയെ, ഒരു ഉണ്ടക്കല്ലിനെ കാണിച്ചിട്ട് പറഞ്ഞു, ഈ പാറയെ നമുക്ക് ചെത്തി ഒരുക്കി ഒരു പീഠമാക്കുവാൻ വേണ്ട ആളെ ഏർപ്പാട് ചെയ്യണം. അങ്ങനെ വൈദ്യര് അതിനുള്ള ആളെ ഏർപ്പാട് ചെയ്തു. അങ്ങനെ അവർ വന്ന് കല്ലുപണി ചെയ്യുന്ന ആളുകൾ വന്ന് സ്വാമി തൃപ്പാദങ്ങൾ കാണിച്ചു കൊടുത്ത ആ ഉണ്ടപ്പാറയെ എന്ത് ചെയ്തു? ചെത്തി ഒരുക്കി ഒരു പീഠമാക്കി വെച്ചു. അപ്പൊ ചെത്തി ഒരുക്കി പീഠമാക്കി വെച്ചപ്പോൾ എല്ലാവർക്കും മനസ്സിലായി പ്രതിഷ്ഠ നടക്കുവാൻ പോവുകയാണ്. അപ്പൊ ചെത്തി ഒരുക്കുന്ന സമയത്ത് ആ പീഠം തയ്യാറാക്കിയ ആ കല്ലുപണിക്കാരൻ ചോദിക്കുന്നുണ്ട്, ഇവിടെ പ്രതിഷ്ഠിക്കുവാൻ പോകുന്ന വിഗ്രഹം ഏതാണ്, അതിന്റെ അളവ് എന്താണ് എന്ന് ചോദിച്ചു. കാരണം വിഗ്രഹം ഉറപ്പിക്കാനായിട്ട് വിഗ്രഹ
വിഗ്രഹത്തിനടിയിൽ ഒരു ചെറിയ പൊഴിയിടാനാണെന്ന് പറഞ്ഞു. അപ്പൊ സ്വാമി തൃപ്പാദങ്ങൾ പറഞ്ഞു പൊഴിയുടെ അളവ് കൊടുത്തു. അപ്പം പൊഴിയുടെ അളവ് കൊടുത്തു. ആ അളവനുസരിച്ച് അവിടെ ആ പാറമേല് പൊഴിയൊക്കെ എടുത്ത് ആ പീഠം പൂർത്തിയാക്കി അദ്ദേഹം മടങ്ങി. അന്നേരം ആർക്കും അറിയത്തില്ല വിഗ്രഹം എവിടെയാണ്, വിഗ്രഹം അവിടെ കാണുന്നില്ല, വിഗ്രഹം പണി നടക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ ശിവരാത്രിക്ക് 4 ദിവസം മുമ്പ് സ്വാമി തൃപ്പാദങ്ങൾ പറഞ്ഞു, ശിവരാത്രിക്ക് തലേന്ന് എന്ത് ചെയ്യണം, ഈ കാണുന്ന പീഠത്തിന് ചുറ്റും 4 കാലുകൾ നാട്ടി ഓലയിട്ട് കുരുത്തോലയിട്ട് അലങ്കരിക്കണം. വിളക്കുകൾ വേണം, പൂക്കൾ വേണം, നമുക്കിവിടെ ഒരു പ്രതിഷ്ഠ നടത്തണം, അതിനുവേണ്ടിയാണെന്ന് പറഞ്ഞു. അപ്പോഴും ആളുകൾക്ക് ഭയങ്കര ഒരു ചിന്തയാണ്. അവരുടെ മനസ്സിലല്ല എന്താണ് ഇവിടെ പ്രതിഷ്ഠിക്കുവാൻ പോകുന്നത്, എവിടെയാണ് വിഗ്രഹം, ഇത് കാണുന്നില്ല. അങ്ങനെ ആകെ അവരുടെ മനസ്സിലൊരു പരിഭ്രാന്തിയുണ്ട്. എന്നാൽ കൊച്ചപ്പിപ്പിള്ള എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുദേവന്റെ പ്രഥമ ശിഷ്യനായി മാറിയ ശിവലിംഗദാസ സ്വാമികള്, അദ്ദേഹത്തിന് പോലും അറിയാൻ സാധിക്കുന്നില്ല ഈ വിഗ്രഹം എവിടെയാണെന്ന്. അങ്ങനെ ശിവരാത്രിയുടെ അന്ന് ധാരാളം ആളുകൾ നേരത്തെ അരിയുപ്പുറത്തേക്ക് എത്തി. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരിയുപ്പുറത്ത് പ്രതിഷ്ഠ നടക്കുവാൻ പോകുന്നു. ആരെയാണ് പ്രതിഷ്ഠിക്കുവാൻ പോകുന്നത്, എപ്പോഴാണ് പ്രതിഷ്ഠ നടക്കുവാൻ പോകുന്നത്? നമ്മളൊരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുന്നുണ്ടെങ്കിൽ അവിടെ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, അവിടെ സ്ഥാനം കാണും. ക്ഷേത്രത്തിന് പറ്റിയ സ്ഥലം തെരഞ്ഞെടുത്ത് അവിടെ സ്ഥാനം കണ്ട് കുറ്റിയടിച്ച് അതിന് തറ തൊട്ട് പണിത് അതിന്റെ ഘട്ടം ഘട്ടമായി ഓരോ രീതിയിലുള്ള പണികൾ ചെയ്ത് ശ്രീകോവിൽ പണിത് അതിന്റെ മധ്യഭാഗത്തായിട്ട് നമ്മൾ പീഠം അവിടെ റെഡിയാക്കി അതിലേക്ക് നമ്മൾ വിഗ്രഹത്തെ ഉറപ്പിക്കുകയാണ്. ഇവിടെ ക്ഷേത്രം പണിതിട്ടില്ല. ഇവിടെ എന്ത് ചെയ്തു, 4 കാല് നാട്ടി ഓലയിട്ട് കുരുത്തോലയിട്ട് അനുഗ്രഹിച്ച ഒരു പീഠം മാത്രമേ ഉള്ളൂ, പ്രകൃതിയിൽ തന്നെയുള്ള ആ പീഠം. അങ്ങനെ ശിവരാത്രിയുടെ അന്ന് ധാരാളം ആളുകൾ അരിയപ്പുറത്തേക്ക് എത്തി. അന്ന് സന്ധ്യാസമയമായപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ എന്ത് ചെയ്തു, കുളിയൊക്കെ നേരത്തെ കഴിഞ്ഞ് ശരീരശുദ്ധിയെല്ലാം നേരത്തെ വരുത്തി പർണശാല എന്ന് പറയും, ഗുരു വിശ്രമിക്കുന്ന ആ മുറിയിലേക്ക് ഗുരു കയറി. അപ്പൊ ശിഷ്യന്മാരൊക്കെ അവിടെയുണ്ട്. ഗുരുവിനോട് അടുപ്പമുള്ള അവിടെ ഇന്നത്തെ കാലത്തെ നാണിയാശാനെ പോലെയുള്ള അതുപോലെ തന്നെ മറ്റു പല സമ്പന്നന്മാരും എല്ലാം അവിടെയുണ്ട്. എല്ലാവർക്കും ചെന്ന് ഗുരുവിനോട് ചോദിക്കാൻ മടി, വിഗ്രഹം എവിടെയാണ്, അല്ലെങ്കിൽ എന്താണ് പ്രതിഷ്ഠിക്കാൻ പോകുന്നത്. അപ്പം ധാരാളം ആളുകൾ കൂടി എല്ലാവരും ഓം നമഃ ശിവായ മന്ത്രമൊക്കെ ജപിച്ച് ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ശിവരാത്രി ആയതുകൊണ്ട് രാത്രി 12 മണിയായപ്പോൾ പർണശാലയിൽ നിന്നും വെളിയിലേക്ക് വന്ന ശ്രീനാരായണ ഗുരുദേവൻ ആ കല്ലിന്, അതായത് യുണ്ടക്കല്ലുകൾ നിറഞ്ഞ ആ പാറക്കെട്ടിനിടയിലൂടെ സ്വാമി തൃപ്പാദങ്ങൾ സാവധാനം ശങ്കരൻകുഴിയെ ലക്ഷ്യമാക്കി ഇറങ്ങുകയാണ്. അപ്പൊ ആ കൂട്ടത്തിൽ അവിടെ നിന്ന് ചില അമ്മമാര് വിളിച്ചു പറഞ്ഞു എന്നാണ് ചില ആളുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ആ കുഴിയിലേക്ക് ഇറങ്ങരുത് സ്വാമി, ആ കുഴിയിൽ പോകുന്ന ആരും തിരിച്ചു വന്നിട്ടില്ല, അത് വലിയ കയമാണെന്ന്. സ്വാമി തൃപ്പാദങ്ങൾ ഇതൊന്നും കേൾക്കുന്നില്ല. സ്വാമി തൃപ്പാദങ്ങൾ സാവധാനം ഇവിടേക്ക് ചെന്നു. ആ വെള്ളത്തിലേക്ക് സാവധാനം ഇറങ്ങി ഇതാ ആ ശങ്കരൻ കുഴി എന്ന് പറയുന്ന ആ ഭാഗത്തേക്ക്, അല്ലെങ്കിൽ ആ ശങ്കരൻ കുഴിയിലേക്ക് സ്വാമി തൃപ്പാദങ്ങൾ അങ്ങ് മുങ്ങി. നമുക്ക് എത്ര മിനിറ്റ് വെള്ളത്തിൽ മുങ്ങി കിടക്കാൻ പറ്റും? മാക്സിമം 5 മിനിറ്റ് നമുക്ക് മുങ്ങി കിടക്കാം. 5 മിനിറ്റായി ശ്രീനാരായണ ഗുരുദേവൻ പൊങ്ങി വരുന്നില്ല. 10 മിനിറ്റായി, 15 മിനിറ്റായി പൊങ്ങി വരുന്നില്ല. കരയിൽ നിൽക്കുന്ന ആളുകൾ ഓം നമഃ ശിവായ മന്ത്രം ചൊല്ലുന്നുണ്ട്. ചില ആളുകൾ വാവിട്ട് കരയുവാൻ തുടങ്ങി. പലരും പറഞ്ഞു സ്വാമി തൃപ്പാദങ്ങൾക്ക് അപകടം സംഭവിച്ചിരിക്കും, നമുക്ക് സ്വാമിയെ നഷ്ടപ്പെട്ടു, നമ്മുടെ സങ്കടം ബോധിപ്പിക്കാൻ ഇനി ആളില്ല, നമുക്ക് ഇനി മേലാഴിക വരുമ്പോൾ ഒരു മരുന്നിന് വേണ്ടി ചെല്ലുവാൻ ആളില്ല. അങ്ങനെ എല്ലാവരും ആവലാദികൾ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നിൽക്കും. ഏതാണ്ട് 45 മിനിറ്റ് ആയപ്പോൾ ആ വെള്ളത്തിനകത്തു നിന്ന് ഒരു അനക്കം കണ്ട്, അന്ന് ഇന്നത്തെ പോലെ ഇലക്ട്രിസിറ്റി സംവിധാനങ്ങളില്ല, ചകിരിത്തുണ്ടൊക്കെ കമത്തി അതിനകത്ത് ഉമ്മിയൊക്കെ ഇട്ട് പന്തങ്ങൾ ഉണ്ടാക്കി മറ്റു പന്തങ്ങൾ കെട്ടി ആളുകൾ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ വെള്ളത്തിനകത്തുനിന്ന് ഒരു അനക്കം കാണുകയാണ്. ഏതാണ്ട് 45 മിനിറ്റ് ആയപ്പോൾ ആ വെള്ളത്തിൽ നിന്നും ഒരു അഭ്യാസി എങ്ങനെയാണോ തൻ്റെ ആ പോർക്കളത്തില് വിജയം കൈവരിച്ച് അവിടെ പൊങ്ങി വരുന്നത്, അതേ ലാഘവത്തോടുകൂടി ശ്രീനാരായണ ഗുരുദേവൻ എന്ന ഋഷി ആ ശങ്കരൻ കുഴിയിൽ നിന്നും തന്റെ മാറോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു ശിലാഖണ്ഡവുമായി ഇടത് കൈകൾ കൊണ്ട് ആ കുഴിയിലെ പയലുകളെ എല്ലാം മാറ്റി സാവധാനം കല്ലെ പിടിച്ച് മേലോട്ട് ഉയർന്നു വന്നപ്പോൾ അവിടെ നിന്ന് ആളുകൾ മുഴുവൻ മഹാഗുരുവേ എന്ന് നീട്ടി വിളിച്ചുകൊണ്ട് ആ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ ആ മഹത്വത്തെ അപ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലായി. ഒരാൾക്ക് വെള്ളത്തിൽ മുങ്ങിക്കിടക്കണമെങ്കിൽ 45 മിനിറ്റ് ഒന്നും സാധിക്കത്തില്ല, ഇത് സാധാരണ ഒരു സന്യാസി ശ്രേഷ്ഠനല്ല എന്ന് അവിടെ കൂടി നിന്ന മുഴുവൻ ആളുകൾക്കും ബോധ്യമായി. സ്വാമി തൃപാദങ്ങൾ ആ ശിലാഖണ്ഡവുമായി കുത്തി ഒരുക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ പീഠത്തിനടുത്ത് വന്ന് ആ ശിലാഖണ്ഡത്തെ മാറോട് ചേർത്ത് പിടിച്ചു നിന്ന് ഏതാണ്ട് 3 മണി വരെ ഒരേ നിൽപ്പ് നിന്ന് ഏതാണ്ട് 3 മണിക്കൂറോളം സ്വാമി തൃപാദങ്ങൾ ആ ശിലാഖണ്ഡവും ഭഗവാന്റെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെ ഗുരു നിന്നപ്പോൾ അരിയുപ്പുറത്തപ്പനെ അഭിഷേകം ചെയ്തത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശ്രീനാരായണ ഗുരുദേവന്റെ കണ്ണിൽ നിന്നും വന്നിരിക്കുന്ന ആനന്ദ കണ്ണീർ കൊണ്ടാണ് അവിടെ അന്ന് അരിയുപ്പുറത്തപ്പനെ ആദ്യമായി അഭിഷേകം ചെയ്ത്. ഈ പ്രതിഷ്ഠ നടക്കുന്നതിന് മുന്നോടിയായി മാറോട് ചേർത്ത് പിടിച്ച ശിലാഖണ്ഡം അവിടെ ശ്രീനാരായണ ഗുരുദേവന്റെ കണ്ണിൽ നിന്നും ആനന്ദ കണ്ണീർ ഒഴുകി ഒരു പുതിയ തുടക്കം
കുറിക്കുവാൻ പോകുന്നു. ആരാധന എല്ലാവർക്കും കിട്ടാൻ പോകുന്നു. ആരാധനാ സ്വാതന്ത്ര്യത്തിന് താൻ നന്ദി കുറിക്കുവാൻ പോവുകയാണ്. ആർക്കും വരാം ശുദ്ധിയോടുകൂടി ആരാധിക്കുവാൻ. അങ്ങനെയുള്ള ഒരു ക്ഷേത്ര സങ്കല്പത്തെ കണക്കാക്കിക്കൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ ആ ചെത്തിയൊരുക്കിയ പാറയുടെ മേലേക്ക് കയ്യിലിരുന്ന ആ ശിലാഖണ്ഡത്തെ ശിവസങ്കല്പത്തിൽ വെച്ചപ്പോൾ പ്രത്യേക രീതിയിലുള്ള ഒരു പ്രഭാവലയം അന്തരീക്ഷത്തിൽ വന്ന് ആ ശിലയുടെ ചൂട്ടിലേക്ക് പതിക്കുകയും ശിലയോട് ഉരുകിച്ചേരുകയും ചെയ്ത ലോകത്തിലെ ഒരേ ഒരു പ്രതിഷ്ഠയാണ് അരിയപ്പുറത്തപ്പന്റെ പ്രതിഷ്ഠയെന്ന് നമ്മൾ മനസ്സിലാക്കുക. എല്ലാ ക്ഷേത്രങ്ങളിലും അഷ്ടബന്ധം എന്ന് പറയുന്ന ആ അഷ്ടബന്ധം ഉപയോഗിച്ചാണ് ഊട്ടി ഉറപ്പിക്കുന്നത് ആ പീഠവും ആ വിഗ്രഹവും തമ്മിലെങ്കിൽ ഇവിടെ ശ്രീനാരായണ ഗുരുദേവൻ ഭഗവാന്റെ തപോശക്തി കൊണ്ട് അവിടെ അന്തരീക്ഷത്തിലുണ്ടായ ആ ഒരു പ്രത്യേക രീതിയിലുള്ള പ്രഭാവലയം ആ ശിലയുടെ ചൂട്ടിലേക്ക് ചേർന്നപ്പോൾ പാറയും തമ്മിൽ ഉരുകിച്ചേർന്നുവെങ്കിൽ എത്ര ഡിഗ്രി ചൂട് അവിടെ ഉണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവിടെ നമ്മൾ മനസ്സിലാക്കണം, ശ്രീനാരായണ ഗുരുദേവന്റെ തപോശക്തി ഭഗവാൻ ക്ഷേത്രത്തെ ഉണ്ടാക്കുന്നതിന് മുമ്പ് പ്രതിഷ്ഠ നടത്തി പിന്നീടാണ് അതിന്റെ ക്ഷേത്ര പണികളിലേക്കൊക്കെ കടന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ശ്രീനാരായണ ഗുരുദേവന്റെ സങ്കല്പം എന്ന് പറയുന്നത് അവിടെ ആ പ്രതിഷ്ഠ കഴിഞ്ഞ് അവിടെ തൃപ്പാദങ്ങൾ ആ സങ്കല്പത്തെ എഴുതി വെപ്പിച്ചു. എങ്ങനെയാണ് എഴുതി വെപ്പിച്ചത്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാമിത് എന്ന് സ്വാമി തൃപ്പാദങ്ങൾ എഴുതി വെച്ചു. 1961 ഗാനഗന്ധർവൻ കെ ജെ യേശുദാസ് കാൽപ്പാടുകൾ എന്ന ചിത്രത്തിൽ ആദ്യമായി പാടാൻ അവസരം കിട്ടി. അങ്ങനെ ആ കാൽപ്പാടുകൾ എന്ന ചിത്രത്തിൽ പാടാൻ അവസരം കിട്ടിയപ്പോൾ അദ്ദേഹം ആ സിനിമാ ലോകത്തേക്ക് കാലുവെച്ച് അവിടെ പാടിയ ആദ്യത്തെ വരികൾ എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ അരിയപ്പുറത്തെ ആ ശ്ലോകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. 1961 നവംബർ മാസം 14 മദ്രാസിലെ പർണി സ്റ്റുഡിയോയിൽ വെച്ച് അവിടെ റെക്കോർഡിംഗ് നടന്നു. കെ ജെ യേശുദാസ് കാൽപ്പാടുകൾ എന്ന ചിത്രത്തിന് വേണ്ടി പാടിയപ്പോൾ അതിനകത്ത് ആദ്യം അദ്ദേഹം പാടിയത് ഏത് വരികളാണ്? അരിയപ്പുറത്തെ ശ്ലോകമാണ്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാമിത് എന്നുള്ള ആ വരികളാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കുക, ജാതി ചിന്തകളില്ലാതെ ഈ ലോകത്തുള്ള മുഴുവൻ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ അരിയപ്പുറം എഴുതി വെച്ചിട്ടില്ല. അപ്പൊ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും സോദരരായി കാണുവാൻ വേണ്ടിയാണ് എൻ്റെ ക്ഷേത്രങ്ങളെന്ന്. ഇന്ന് നമുക്കറിയാം, എല്ലാ ശ്രീനാരായണ ക്ഷേത്രങ്ങളിലും ആർക്കും വന്ന് ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എല്ലാവരും ആ ക്ഷേത്ര സങ്കേതങ്ങളിലേക്ക് കടന്നു വരാറുണ്ട്. അപ്പോൾ അരിയപ്പുറത്തപ്പന്റെ മഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ അവിടെ നമ്മളെ ആ ശിവനിലൂടെ, ആ പ്രപഞ്ചത്തിന്റെ ശക്തിയായ ആ പിതാവായ ആ ശിവനിലൂടെ നമ്മളെ കൈപിടിച്ചുയർത്തുകയാണ്. ആത്മീയതയുടെയും ഭൗതികതയുടെയും വശങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ അരിയപ്പുറത്ത് ഓരോ കാര്യങ്ങൾ ചെയ്തതെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് 1903 ജനുവരി മാസം 7-ാം തീയതി ശ്രീനാരായണ ഗുരുദേവൻ അരിയപ്പുറത്ത് വെച്ച് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം എന്ന ആ മഹാസംഘടനയ്ക്ക് രൂപം കൊടുത്തതും. ആദ്യം ആ സംഘടനയുടെ പേര് അരിയപ്പുറം ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം എന്നായിരുന്നു. പിന്നീട് 1ാമത്തെ ആ വാർഷിക പൊതുയോഗം നടന്നപ്പോൾ അരിയപ്പുറം മാറ്റി ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം എന്നാക്കി. ഇന്നും ആ പ്ലാവിന്റെ ചുവട്ടില് നമുക്ക് ചെല്ലുമ്പോൾ നമുക്കറിയാം, ഒരല്പനേരം നിൽക്കുമ്പോൾ അവിടെ നിന്നും കിട്ടുന്ന അരിയപ്പുറത്തപ്പന്റെ സന്നിധിയിൽ നിന്നും വരുന്ന ആ പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ ഉള്ളിലേക്കെടുത്ത് വെളിയിലേക്ക് വിട്ട വായു വലയടിക്കുന്ന ഭഗവാന്റെ പാദസ്പർശമേറ്റ ആ മൺതരികള് നമ്മുടെ പാദത്തിൽ ഒന്ന് സ്പർശിക്കാനിടയായാൽ അതെല്ലാം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഇതെല്ലാം ശ്രീനാരായണ ഗുരുദേവൻ എന്ന ഋഷിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ആ ശ്രീനാരായണ ഗുരുദേവന്റെ മഹാത്മ്യത്തെ അറിഞ്ഞ മഹാകവി കുമാരനാശാൻ വഞ്ചിപ്പാട്ടിനകത്ത് പാടിവെച്ചു, നമിക്കുവിൻ സഹചരേ നിയതമി ഗുരുപാദം, നമുക്കിതിൽ പരം ദൈവം നിനക്കിലുണ്ടോ, ഗുരുവര്യനിതുപോലെ ലഭിക്കുമോ കുലത്തിന്, ഗുരുഭക്തിയില്ലാതാർക്കും കുശലമേ, പരമാത്മവിദ്യയുടെ പരമാവധി കണ്ടവർ ഈ ധരണിയിൽ സ്വാമിയെ പോൽ ഗുരുവരില്ല. എത്രയോ മനോഹരമായ രീതിയിലാണ് ഗുരു ദൈവമാണ്, ഈ ദൈവത്തെ നമ്മൾ ആരാധിക്കണമെന്ന്. നമുക്ക് ആ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ആ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ ശിവനിലൂടെയും വിഷ്ണുവിലൂടെയും നമുക്ക് എത്രയോ പ്രാർത്ഥനകൾ തന്നിരിക്കുന്നു. ആ പ്രാർത്ഥനകളെല്ലാം നമ്മുടെ നിത്യജീവിതത്തിൽ അഭിവൃദ്ധിക്ക് വേണ്ടി ശ്രീനാരായണ ഗുരുദേവൻ തന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രാർത്ഥനകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വരും തലമുറയെ നമുക്കറിയാം. നിങ്ങളുടെ തൊട്ടടുത്ത ദേശത്തുനിന്ന് ഞാൻ ഒരു ദിവസം നമ്മുടെ കുറിച്ചി അദ്വൈതാശ്രമത്തിന്റെ കമ്മിറ്റിയിലുണ്ട്. അപ്പൊ ഞാൻ ആശ്രമത്തിലെ ഒരു പരിപാടിയിലേക്ക് വൈകുന്നേരം പോകുന്ന സമയത്താണെന്ന് തോന്നുന്നു, അതൊരു പകലാണെന്ന് തോന്നുന്നു, ഇവിടെ MDMA അല്ലേ, നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് പോലും പിടിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ഇന്ന് മയക്കുമരുന്ന്
ലോകത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് അതിൽ നിന്നെല്ലാം മുക്തരാകുവാൻ വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾ അതിലൊന്നും പെടാതിരിക്കുവാൻ വേണ്ടി ഇന്ന് ധാരാളം കൗൺസിലിംഗ് ക്ലാസ്സുകൾ സർക്കാർ തലത്തിൽ നടക്കുന്നുണ്ട്, സ്കൂൾ തലത്തിൽ എല്ലാം നടക്കുന്നുണ്ട്, പഞ്ചായത്ത് തലത്തിൽ നടക്കുന്നുണ്ട്, നമ്മുടെ ശാഖാതലത്തിൽ നടക്കുന്നുണ്ട്. ഏറ്റവും നല്ല കൗൺസിലർ എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവനാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ ഓരോ കൃതികളും ഓരോ ഔഷധമാണ്. ശ്രീനാരായണ ഗുരുദേവൻ അത് ഭദ്രകാളി അഷ്ടകത്തിലൂടെ പറയുന്നില്ലേ? ദേവീ പാദ പയോജ പൂജനമി ഭദ്രകാളി അഷ്ടകം രോഗൗകാകനാനിലായുധമിത പ്രാതപ്രയേകപടൻ ശ്രേയശ്രീ ശിവകീർത്തി സമ്പദബലം സംപ്രാപ്യ സമ്പന്മൈ ശ്രീദേവി അനപായിനി ഗതിയേൻ സ്വയം സുഖീ വർദ്ധതേ ശ്രീമത്ശങ്കര പാണി പല്ലവകിരലോലംബമാലോലസൻ മാലാലോലകലാപകാളകവരി ഭാരാബലി പാസുരി കാരുണ്യാമൃതവാരിരാശിലകരി പീയൂഷവർഷാവലി ബാലാം ഭാം ലളിതാളകാം അനുദിനം ശ്രീ ഭദ്രകാളീം ഭജ്. ഈ ഭദ്രകാളിയെ നിത്യവും നിങ്ങൾ ഭജിച്ചാൽ നിങ്ങളുടെ രോഗം മാറും, ദുഃഖം മാറും, ദുരിതം മാറും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എന്തുണ്ടാകും? നല്ല രീതിയിലുള്ള ബുദ്ധി വികാസം ഉണ്ടാകും. കാരണം അതിനകത്തെ വരികൾ എടുത്തു ചൊല്ലുമ്പോൾ അത് നമ്മുടെ ബ്രെയിനുകളെ ഉണർത്തുന്നതാണ്. ഒപ്പം നമ്മുടെ ശ്വാസോച്ഛ്വാസത്തെ നിയന്ത്രിക്കുന്നതാണ്. പ്രത്യേകിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ട? പ്രാണായാമം ചെയ്യേണ്ട. ഗുരുവിന്റെ ഭദ്രകാളി അഷ്ടകത്തിന്റെ ഒരു പ്രത്യേകതയാണ് അത് ഉള്ളിലേക്ക് എടുക്കുന്ന, നമ്മൾ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ അത് ചൊല്ലുന്ന ആ സമയത്ത് നമ്മൾ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്ന വായു നമ്മൾ പുറത്തേക്ക് വിടുന്ന ആ സമയം ഈ പ്രാണായാമം എല്ലാം നമ്മുടെ ഉള്ളിൽ നടക്കും. അതാണ് ഗുരു പറഞ്ഞത്, ക്ഷേത്രത്തിൽ വന്നിരുന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ജപിക്കണം, പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി നല്ല സൗകര്യങ്ങൾ ഭക്തജനങ്ങൾക്ക് വേണ്ടി ഒരുക്കി കൊടുക്കണമെന്ന് ഗുരു പറഞ്ഞതിന്റെ ലക്ഷ്യം ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ഗുരു പ്രാർത്ഥനയും തന്നു, ക്ഷേത്രവും നമുക്ക് തന്നു. അപ്പൊ ആ ക്ഷേത്രത്തിന് പരിസരം എന്ത്? നല്ല പൂന്തോട്ടങ്ങൾ ഉണ്ടായിരിക്കണം, അല്ലേ? അപ്പൊ അവിടെ ആ പൂന്തോട്ടങ്ങളെയൊക്കെ നമ്മൾ എന്തിനാ പരിപാലിക്കുന്നത്? അവിടെ നല്ല വായു നമുക്ക് കിട്ടും. അപ്പൊ അവിടെ മരങ്ങളുണ്ട്, ആ മരങ്ങളിൽ നിന്ന് നമുക്ക് നല്ല വായു കിട്ടും. ഇതെല്ലാം ഗുരുവിന്റെ ക്ഷേത്ര സങ്കല്പങ്ങളാണ്. സാത്വികമായ ദേവതയെ മാത്രമേ നമ്മൾ ആരാധിക്കാവുള്ളൂ എന്ന് ഗുരു പറഞ്ഞു. കോഴിവെട്ടിനും ആടുവെട്ടിനും ഒന്നും നമ്മൾ പോകാൻ പാടില്ല. അതെല്ലാം എന്താണ്? നമുക്ക് എന്തുണ്ടാക്കും? വരും കാലഘട്ടത്തിൽ നമുക്ക് ദോഷത്തെ വരുത്തി വെക്കും. അതുകൊണ്ട് അമ്മാതിരിയുള്ള ആരാധനകൾക്കൊന്നും നിങ്ങൾ പോകുവാൻ പാടില്ല. സാത്വിക ദൈവങ്ങളെ ആരാധിക്കുക. അതിന് ധാരാളം കൃതികളും തന്നു, അല്ലെങ്കിൽ പ്രാർത്ഥനകൾ തന്നു. നമ്മളെ പിടിച്ചുയർത്തുവാൻ വേണ്ടി മാനസികമായും ശാരീരികമായും കുടുംബപരമായും അവിടെ സന്താനങ്ങൾക്ക് നല്ല അഭിവൃദ്ധി ഉണ്ടാകുവാൻ വേണ്ടി ഗുരു തന്നിരിക്കുന്ന ഓരോ കൃതികളും പ്രാർത്ഥനകളും നമ്മുടെയൊക്കെ വീടുകളിൽ അലയടിക്കുമ്പോൾ ഗുരുവിന്റെ ക്ഷേത്ര സങ്കല്പവുമായി ചേർത്ത് നോക്കുമ്പോൾ എത്രയോ ദീർഘവിഷ്ണത്തോടു കൂടിയാണ് ഗുരുവിന്റെ ഓരോ കൃതികളും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ കൃതിയും ഗുരുവിന്റെ ക്ഷേത്ര സങ്കല്പവുമായി നമ്മൾ ബന്ധിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടുന്നതായ മുഴുവൻ കാര്യങ്ങളെയും ക്ഷേത്രത്തോട് ചേർന്ന് വെച്ചിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒരു ക്ഷേത്രത്തിന്റെ നിർമ്മാണം എന്ന് പറയുന്നത് നമുക്കറിയാം. ഇവിടെ കയറി വരുമ്പോൾ കൊടിമരമുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ നട്ടെല്ലാണ് നമ്മുടെ കൊടിമരം എന്ന് പറഞ്ഞതുപോലെ തന്നെ ദേവന്റെ ആ ശരീരത്തെ സങ്കല്പിച്ചാണ് ഒരു ക്ഷേത്രത്തെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ കയറി വരുമ്പോൾ ആ കൊടിമരം എന്ന് പറയുന്നത് ദേവന്റെ നട്ടെല്ലാണ്. അവിടെ നമ്മൾ വലിയ വലിക്കൽ പുറയിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്ന വലിയ വലിക്കൽ നമ്മളാരും തൊട്ടു തൊഴാൻ പാടില്ല. അത് നാഭി സങ്കല്പത്തിലുള്ളതാണ്. അവിടുന്ന് നമ്മൾ ആ ബലിപട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഇരിക്കുന്ന ബലിക്കല്ലുകളെല്ലാം ഭഗവാന്റെ ഭൂതഗണങ്ങളായി സങ്കല്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ നമ്മൾ പ്രദക്ഷിണം വെക്കുമ്പോൾ അവിടെ ഭഗവാന്റെ ആ മുഖമായിട്ടും അവിടെ ഇരിക്കുന്ന ആ ബലിപട്ടം ഭഗവാന്റെ കഴുത്തായിട്ടും നമസ്കാര മണ്ഡപം മുഖമായിട്ടും ആ ശ്രീകോവിൽ ശിരസായിട്ടുമാണ് സങ്കല്പം. ഇവിടെ നമുക്കറിയാം ചില ക്ഷേത്രങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ രണ്ട് ശ്രീകോവിലുണ്ട്, അല്ലേ? ഒരു ശ്രീകോവിലിനകത്ത് വീണ്ടും ഒരു ശ്രീകോവിലുണ്ട്. നമുക്കതിനറിയാം, നമുക്കൊരു ഗർഭത്തില് ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ എങ്ങനെയാണോ കുഞ്ഞ് കിടക്കുന്നത് അതുപോലെ വേണം നമ്മൾ ദേവനെ സംരക്ഷിക്കാൻ എന്നുള്ളതാണ് ഈ ക്ഷേത്രാചാര അനുഷ്ഠാനമായുള്ള ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒരു ആ ശ്രീകോവിൽ എന്ന് പറയുന്നത് ഗർഭഗൃഹമായിട്ടാണ് അതിനെ സങ്കല്പിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ ഗർഭഗൃഹത്തിലിരിക്കുന്ന ദേവനെ നമ്മൾ കാണാൻ ചെല്ലുമ്പോൾ വെറും കൈയോടെ ചെല്ലാതെ ഒരു നാണയമോ ഒരല്പം പൂവോ അല്ലെ എന്തെങ്കിലുമായി വേണം നമ്മൾ അവിടേക്ക് കയറി ചെന്ന ഭഗവാന് സമർപ്പിച്ച് നമ്മൾ പോരുവാൻ. ഇതെല്ലാം ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ രീതി അനുസരിച്ച് സമ്പ്രദായങ്ങളുണ്ട്. ഓരോ പ്രതിഷ്ഠ കഴിയുമ്പോഴും അതിന് പടിത്തരമുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ അവിടെ നമ്മുടെ ശാരദാംബയെ പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് ഒരു പടിത്തരം പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇവിടെ പായസം ഒന്നും നേദിക്കണ്ട, ശാരദയ്ക്ക് എന്ത് മതി? ശാരദയ്ക്ക് പൂവും ജലവും കൊടുത്താൽ മതി. ഇവിടെ കർപ്പൂര ആരാധന വേണ്ട. ഇനി കർപ്പൂരം
ആരാധിക്കണം തോന്നുവാണെങ്കിൽ ശ്രീകോവിലിന് വെളിയിലിറങ്ങി നിന്ന് കർപ്പൂരം ആരാധന നടത്തിയാൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? നെയ്യ് മാത്രമേ ഈ ശ്രീകോവിലിനുള്ളിൽ കത്തിക്കാവൂ. ഒരിക്കൽ നിങ്ങൾ പോകണം. നിങ്ങളുടെ മക്കളുമായിട്ട് ഈ അവധി കിട്ടുമ്പോൾ ആ ശാരദാമഠത്തിലേക്ക് തലേ ദിവസം നിങ്ങളൊന്ന് പോയിട്ട് രാവിലെ ശാരദാമഠത്തിലെ ആ ദീപാരാധന എന്ന് കൂടുമ്പോൾ ലോകത്ത് ഇതുപോലെ ഒരു ആരാധന നടക്കാറില്ല. ഞാൻ ധാരാളം പല ക്ഷേത്രങ്ങളിൽ പല രീതിയിലുള്ള പ്രഭാഷണങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിലും പല സന്ദർഭങ്ങളിലും നമുക്ക് അറിയാൻ സാധിക്കും ശാരദാമഠത്തിൽ നടക്കുന്ന ആ ആരാധനാ സമ്പ്രദായം. ആ ശാരദാമഠത്തിൽ നടക്കുന്ന ആ ആരാധന എന്ന് പറയുന്നത് അവിടെ നെയ്കളൊക്കെ കത്തുമ്പോൾ രാവിലത്തെ ആ കാറ്റും ആ കുളിരും അവിടെ നിന്ന് വരുന്ന ആ ഗന്ധവും ആ പ്രാർത്ഥനയും ഒരു ഭക്തന്റെ ഉള്ളിലേക്ക് ഒരുപോലെ കടന്നു വന്നത് പോസിറ്റീവായ അവസ്ഥയിലേക്ക് മനുഷ്യനെ മാറ്റുകയാണ്. ഇവിടെ നമുക്കറിയാം ശാരദാ ക്ഷേത്രം പോലെ ഒരു ക്ഷേത്രം പ്രത്യേകിച്ച് വേറൊരിടത്തും കാണാൻ സാധിക്കത്തില്ല. കാരണം സാധാരണ വൃത്താകൃതിയിലുള്ള ഒരു മതില് 8 കോണുകളും 6 ജനലുകളും 6 ജനലുകളിലും വർണ്ണച്ചില്ലുകൾ ഇട്ടിരിക്കുന്നു. ഈ വർണ്ണച്ചില്ലുകളിലൂടെ അകത്തേക്ക് അടിക്കുന്ന പ്രകാശം ഒന്നിച്ച് ചെന്ന് കഴിയുമ്പോൾ അവിടെ നല്ല ഒരു പ്രകാശം ഉണ്ടാകുന്നു. പകല് പോലുള്ള ഒരു പ്രകാശത്തെ അവിടെ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ അത് വർണ്ണച്ചില്ലുകളാണ്. പക്ഷെ അതിനകത്തേക്ക് വരുന്ന വെട്ടം എന്താണ്? നല്ല മനോഹരമായ വെളുത്ത വെട്ടമാണ്. അവിടെ പ്രത്യേക രീതിയിൽ ഒരു മണ്ഡപം ഉണ്ടാക്കിയിട്ടുണ്ട് തടി കൊണ്ട്. ആ മണ്ഡപത്തില് ഒരു വെള്ള താമരയിലാണ് ശ്രീനാരായണ ഗുരുദേവൻ ശാരദാമ്മയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. വിദ്യയുടെ ദേവതയായ ശാരദാമ്മയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്താണ്? വെള്ള താമരയിലാണ്. ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയപ്പോൾ അവിടെ ആ അഷ്ടബന്ധം കൂട്ടിയിട്ട് അവിടെ ഊട്ടി ഉറപ്പിച്ചപ്പോൾ ഗുരുദേവന്റെ വിരളു പതിഞ്ഞ ഒരു പ്രതിഷ്ഠയാണ് നമ്മുടെ ശാരദാംബയുടെ പ്രതിഷ്ഠയെന്ന് നമ്മൾ മനസ്സിലാക്കുക. ശാരദാംബയുടെ പ്രതിഷ്ഠ നടക്കുന്നതിന് 3 വർഷം മുമ്പ് 1909 ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ജനനി നവരത്ന മഞ്ജരി എന്ന കൃതി എഴുതി. അമ്മ എന്താണ്? അമ്മയുടെ രൂപം എന്താണ്? ഭാവം എന്താണ്? മീനായതും ഭവതിമാനായതും ജനനി നീനാഗവും നഗകം താനായതും ധരനദീ നാരിയും നരനും ആ നാഗവും നരകവും നീ നാമരൂപം അതിൽ നാനാവിധ പ്രകൃതിമാനായി നിന്നറിയും ഈ ഞാനായതും ഭവതി ഹേ നാഥരൂപിണി അഹോ നാടകം നിഖിലം. അല്ലയോ അമ്മേ, നീയാണ് ഈ പ്രപഞ്ചത്തിലെ ആ എല്ലാ നടനങ്ങളും നടന്നത്. മീനായിട്ടും മാനായിട്ടും പാമ്പായിട്ടും എല്ലാം ഞാനായിട്ടും എല്ലാം നിൽക്കുന്നത് ആരാണ്? അല്ലയോ അതിപരാശക്തിയായ അമ്മേ, നീ തന്നെയാണ് എന്ന് ഗുരുദേവൻ നമ്മളെ എന്ത് പഠിപ്പിച്ചു? 1909 കൃതികളിലൂടെ അല്ലെങ്കിൽ ജനനി നവരത്ന മഞ്ജരി എന്ന കൃതിയിലൂടെ അന്നത്തെ കാലത്ത് പഠിക്കുവാനുള്ള സാഹചര്യത്തെ ഒരുക്കിയിട്ട് 1912 മെയ് മാസം 1-ാം തീയതി ചിത്രാ പൗർണമി ദിവസം ചതയം നക്ഷത്രം നാളിൽ ശ്രീനാരായണ ഗുരുദേവൻ വെളുപ്പിനെ 4 മണിയായപ്പോൾ ശ്രീ ശാരദാമഠത്തിനുള്ളിൽ ശാരദാംബയെ പ്രതിഷ്ഠിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ മഹാകവി കുമാരനാശനോട് പറയുകയുണ്ടായി, നാം ശാരദാംബയെ പ്രതിഷ്ഠിച്ച് കഴിയുമ്പോൾ നീ ഒരു അഷ്ടകം തയ്യാറാക്കി നേരത്തെ വെക്കണം, ആ അഷ്ടകം ചൊല്ലണമെന്ന് പറഞ്ഞു. ശാരദാംബയെ പ്രതിഷ്ഠിച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യണം? കുമാരു ഒരു അഷ്ടകം ചൊല്ലണം. അതിനുവേണ്ടി നീ എന്ത് ചെയ്യണം? ശാരദാംബയെ സങ്കല്പിച്ച് ഒരു അഷ്ടകം തയ്യാറാക്കി വെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കുമാരനാശാൻ ഒരു അഷ്ടകം തയ്യാറാക്കി വെച്ചു. അങ്ങനെ ശാരദാ പ്രതിഷ്ഠ കഴിഞ്ഞ് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ നമ്മുടെ മഹാകവി കുമാരനാശാനെ നോക്കിയപ്പോൾ മഹാകവി കുമാരനാശാൻ അവിടുന്ന് പയ്യെ പാടാൻ തുടങ്ങി. വ്യാപ്യവാങ്മയമിതം ജഗസ്ഥിത വ്യാതനേതു മമ ദേവതാശ്രയം കാവികസ്ത പരിപാദനീകള കാകലീലയ കലാകുതൂകല. അങ്ങനെ തുടങ്ങി അവസാനം അതിന്റെ വരി പറയാണ്, ജയനാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരി ശാരദേ ചതുരാസ്യാക്ഷി ശരചന്ദ്രമരീചികേ. ശ്രീനാരായണ ഗുരുദേവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടവളാണ് ഈ അമ്മ ശാരദാമ്മ. ശ്രീനാരായണ ഗുരുദേവന്റെ ക്ഷേത്രസങ്കല്പത്തിൽ ശാരദാ ക്ഷേത്രത്തിന്റെ മാഹാത്മ്യം നമ്മൾ മനസ്സിലാക്കണം. അവിടെ ആറാട്ടില്ല, അവിടെ എഴുന്നള്ളത്തില്ല, അവിടെ എന്തില്ല, അവിടെ അഭിഷേകമില്ല, അവിടെ പിന്നെ നേദ്യം കൊടുക്കുന്നില്ല. ശാരദാമ്മയ്ക്ക് എന്താണ് കൊടുക്കുന്നത്? പൂവും ജലവുമാണ് അവിടെ കൊടുക്കുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കണം ഗുരുദേവന്റെ ശാരദാ സങ്കല്പം. വിദ്യയുടെ ദേവതയായ അവിടെ ആ ശാരദാമ്മയുടെ കരങ്ങളിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും, ഒന്നാമത്തെ കൈ ജീവാത്മ പരമാത്മ ഐക്യത്തെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ചിന്മുദ്രയോടുകൂടിയും വലതുവശത്തെ രണ്ടാമത്തെ കൈയിലേക്ക് നോക്കുമ്പോൾ 2 വിരലുകൾക്കിടയിൽ പാടാനും പറക്കാനും അങ്ങനെ സംസാരിക്കാനും കഴിവുള്ള ആ തത്തയെയാണ് ശ്രീനാരായണ ഗുരുദേവൻ പിടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ശാരദാംബയുടെ കരങ്ങളിലേക്ക് പിടിപ്പിച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. അവിടുന്ന് ഇടതുവശത്തെ കൈകളിലേക്ക് നോക്കുമ്പോൾ ഇടതുവശത്തെ മുകളിലത്തെ കൈയിൽ എന്താണ്? അമൃതകുംഭവും ഇടതുവശത്തെ താഴത്തെ കൈയുടെ മധ്യഭാഗത്തായിട്ട് ഗ്രന്ഥക്കൊട്ടും കൊടുത്തുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ ശാരദാംബയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ വിദ്യയുടെ ദേവതയായ ശാരദാംബയുടെ ആ സങ്കല്പം, ആ ശാരദാമഠത്തിന്റെ മാഹാത്മ്യം നമ്മൾ മനസ്സിലാക്കി
മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെയൊക്കെ വീട്ടിലെ കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തുവാൻ പോകുമ്പോൾ പറ്റുമെങ്കിൽ ശാരദാമ്മയുടെ അടുത്ത് പോകുക. നിങ്ങൾ കുഞ്ഞുങ്ങൾ ആ ആദ്യാക്ഷരം കുറിക്കുമ്പോൾ അവിടെ പോകുന്നുവെങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ആ കുഞ്ഞുങ്ങൾക്ക് അമ്മയുടെയും അച്ഛൻ്റെയും എല്ലാവിധമായ അനുഗ്രഹവും ഉണ്ടാകും. അതുകൊണ്ടാണല്ലോ എല്ലാത്തിനും ഉപരി ശ്രീനാരായണ ഗുരുദേവൻ ശിവഗിരിക്കുന്നിൻ്റെ ആ മുകളിൽ അതിമനോഹരമായ MP മൂത്തയുടെ തവറുകൾ പരിഗണിപ്പിച്ചു കൊടുത്ത ആ സമാധി മന്ദിരത്തിനുള്ളിൽ ഭഗവാന്റെ ഭൗതിക ശരീരത്തെ സൂക്ഷിച്ചിരിക്കുന്നുവെങ്കിൽ എങ്ങും പോകാതെ എല്ലാവർക്കും അനുഗ്രഹം ചെറിച്ചുകൊണ്ടിരിക്കുന്ന ആ മഹാഗുരുവിന്റെ സൗധത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ ശരീരഭാവത്തിൽ ഉണ്ടായിരുന്നപ്പോൾ ഗുരുവിന്റെ അടുത്തേക്ക് ചെല്ലുന്നവരോട് ചോദിക്കുമായിരുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അമ്മയെ കാണിച്ചുവോ, അമ്മയെ തൊഴുതുവോ, കുഞ്ഞുങ്ങളെ അമ്മയെ തൊഴിയിച്ചോ എന്ന്. അപ്പൊ ഇങ്ങനെ പലപ്പോഴും പല ആളുകളോടും ശ്രീനാരായണ തൃപാദങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു. ഇത് പല സന്ദർഭങ്ങളിലും നമ്മുടെ സഹോദരൻ അയ്യപ്പൻ കേൾക്കാനിടയായി. സഹോദരൻ അയ്യപ്പൻ യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവും ഒക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ള ആ സഹോദരൻ അയ്യപ്പൻ പലപ്പോഴും ഇത് കേൾക്കാനിടയായി. ആരെക്കുറിച്ചാണ് ചോദിക്കുന്നത്? ശാരദാമ്മയെ തൊഴിയിച്ചോ, അമ്മയെ തൊഴിയിച്ചോ എന്നൊക്കെ ചോദിക്കുന്നത് കേൾക്കാനിടയായി. ഒരു നാൾ സഹോദരൻ അയ്യപ്പനും 3 സുഹൃത്തുക്കളും ശ്രീനാരായണ ഗുരുദേവൻ വിശ്രമിക്കുന്ന വൈദിക മഠത്തിന്റെ വരാന്തയിലേക്ക് ചെന്നപ്പോൾ അവിടെ പിന്നീട് കുട്ടികളുമായി എത്തിയ ആളുകളോട് സ്വാമി തൃപാദങ്ങൾ ചോദിച്ചു, നിങ്ങളുടെ മക്കളെ അമ്മയെ തൊഴിയിച്ചുവോ, നിങ്ങൾ അമ്മയെ തൊഴുതുവോ എന്ന് ചോദിച്ചപ്പോൾ സഹോദരൻ അയ്യപ്പൻ സാവധാനം ഒന്ന് ചിരിച്ചു. അങ്ങനെ ചിരിച്ച സഹോദരൻ അയ്യപ്പന്റെ ചിരിയിൽ ഒരു കളിയാക്കലുണ്ട്, അല്ലെങ്കിൽ ശാരദാമ്മയ്ക്ക് ശക്തിയുണ്ടോ, ഒരു വിഗ്രഹമല്ലേ എന്നുള്ള ഒരു തോന്നല് ഉദിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു ചിരിയാണെന്ന് മനസ്സിലാക്കിയ ത്രികാലജ്ഞാനിയായ ഋഷീശ്വരനായ ശ്രീനാരായണ ഗുരുദേവൻ വൈദിക മഠത്തിന്റെ വരാന്തയിലെ ആ ചാരികസേരയിൽ നിന്ന് എഴുന്നേറ്റ് സാവധാനം എങ്ങോട്ട് പോയി? ശാരദാ മഠത്തിലേക്ക് പോയി. അപ്പം ഗുരു ശാരദാ മഠത്തിലേക്ക് പോയപ്പോൾ അവിടെ കൂടിയുന്ന ശിഷ്യന്മാര്, അതുപോലെ തന്നെ മറ്റു ഭക്തജനങ്ങള്, അതുകൂടാതെ ഈ സഹോദരൻ അയ്യപ്പനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആ സുഹൃത്തുക്കളും എന്ത് ചെയ്തു? ആ ഗുരുവിന്റെ പിന്നാലെ ചെന്നു. ശ്രീനാരായണ ഗുരുദേവൻ ശാരദാ മഠത്തിന്റെ മുന്നിൽ ചെന്ന് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഗുരു ആ മതിലിനകത്തേക്ക് കയറണമെങ്കിൽ പാത്രത്തിൽ വെള്ളം കൊടുത്ത് കാല് കഴുകിയിട്ടേ തൃപ്പാദങ്ങൾ കയറുകയുള്ളൂ. അത്രയ്ക്ക് പവിത്രമായിട്ടാണ് ശാരദാ മഠത്തെ അന്നും ഇന്നും ലോകമുള്ള കാലം അത്രയും സന്യാസി ശ്രേഷ്ഠന്മാർ സൂക്ഷിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ആ ഗുരുവിന്റെ കയ്യിലേക്ക് വെള്ളം കൊടുത്തപ്പോൾ തൃപ്പാദങ്ങളുടെ കാല് കഴുകി ആ ശാരദാ മഠത്തിലെ മതിലിനകത്തേക്ക് കയറി നിന്ന് പുറകെ നിൽക്കുന്ന ആ ഭക്തന്മാരെ എല്ലാം ശ്രീനാരായണ ഗുരുദേവൻ ഒന്ന് നോക്കിയിട്ട് ആ ശ്രീകോവിലിനുള്ളിലേക്ക് നോക്കിയിട്ട് ശാരദേ എന്ന് നീട്ടി വിളിച്ചപ്പോൾ ആ ശ്രീകോവിലിന് ഉള്ളിൽ നിന്നും ഒരു സ്ത്രീയുടെ ശബ്ദത്തിൽ എന്തോ എന്നൊരു വിളി കേട്ടതും അവിടെ സഹോദരൻ അയ്യപ്പൻ അടക്കമുള്ള ആളുകളുടെ കണ്ണു നിറഞ്ഞതും സഹോദരൻ അയ്യപ്പനും മറ്റു ചില ആളുകളും തൃപാദങ്ങളുടെ പാദത്തിലേക്ക് വീണതും ക്ഷമ പറഞ്ഞതുമെല്ലാം ഇന്നും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നതായി നമുക്കറിയാൻ സാധിക്കും. അവിടെ നമ്മൾ മനസ്സിലാക്കുക, അന്ന് അവിടെ കൂടി നിന്ന നൂറുകണക്കിന് ആളുകൾക്ക് ആ ശ്രീകോവിൽ നിന്നും ഗുരു വിളിച്ചപ്പോൾ വിളി കേട്ട ശാരദാമ്മയെ അവിടെ ദർശിക്കുവാൻ സാധിച്ചത്. ഇന്ന് ചെല്ലുമ്പോൾ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നത് ഗുരുവിന്റെ സങ്കല്പത്തിൽ വിളിക്കുമ്പോൾ വിളി കേൾക്കുന്ന അമ്മയാണ് ശാരദാദേവി എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ വിദ്യയുടെ ദേവത താമരയിലിരിക്കുന്നുവെങ്കിൽ ഒരു ശരീരമുള്ള ഒരാൾക്കും താമരയിലിരിക്കാൻ സാധിക്കത്തില്ല. അപ്പം തലക്കനമില്ലാത്ത, അങ്ങനെ വലിയ ഭാവമില്ലാത്ത ഒരു ചിന്തയാണ് നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് എന്ന് താമരയിൽ ഒരു ദേവത ഇരിക്കുമ്പോൾ നമ്മളെ പഠിപ്പിക്കുകയാണ് ഗുരു അവിടെ. അപ്പോൾ അവിടെ നമ്മളും ഒരു ക്ഷേത്രത്തിലേക്ക് ചെല്ലുമ്പോൾ, മറ്റൊരാളോട് ഇടപെടുമ്പോൾ, ഓരോ കാര്യങ്ങളിലേക്കും കടന്നു ചെല്ലുമ്പോൾ തലക്കനത്തെ മാറ്റിവെച്ചുകൊണ്ട് സൗമ്യമായി ഇടപെടാൻ പഠിപ്പിക്കുക എന്നൊരു ലക്ഷ്യവും അവിടെ ആ പ്രതിഷ്ഠയിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ഗുരുദേവന്റെ ഓരോ പ്രതിഷ്ഠകൾക്കും വ്യത്യസ്തമാണ്. ഞാൻ 2 പ്രാവശ്യം മുരിക്കുമ്പുഴ ക്ഷേത്രത്തിലെ പ്രഭാഷണത്തിന് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ പ്രതിഷ്ഠ നമുക്ക് എല്ലാവർക്കും അറിയാം. ഓം എന്നെഴുതിയിട്ട് സത്യം, ധർമ്മം, ദയ, ശാന്തി എന്നാണ് എഴുതിയിരിക്കുന്നത്. ലോകത്ത് ഒരു ഫലകത്തില് അങ്ങനെ ഈശ്വരന്റെ രൂപത്തെ എന്തായിരിക്കണമെന്ന് കാണിച്ചുകൊണ്ട് ഒരു ഫലകത്തിൽ അത് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു പ്രതിഷ്ഠയുണ്ട് എങ്കിൽ മുരുക്കുമ്പുഴ ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആ കാളകണ്ഠേശ്വര ക്ഷേത്രത്തിലുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു വ്യത്യസ്തമായ ഒരു പ്രതിഷ്ഠയാണത്. ഒരു ഫലകത്തിൽ, ഇതെല്ലാം ഓരോ ഫലകങ്ങളാണ്, നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത ഒരു ഫലകമാണ്. അതുപോലെ വൃത്താകൃതിയിലുള്ള ഒരു മെറ്റൽ കൊണ്ടുള്ള അല്ലെങ്കിൽ ഒരു ലോഹം കൊണ്ടുള്ള ഫലകത്തില് നടുക്ക് ഓം എഴുതിയിട്ട് സത്യം, ധർമ്മം, ദയ, ശാന്തി എന്ന് എഴുതിയെങ്കിൽ ഒരു ആളിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം? ഒരാളില് സത്യം ഉണ്ടായിരിക്കണം. സത്യം എന്നും നിലനിൽക്കുന്നതാണ്, അത് ശാശ്വതമാണ്, അത് ലോകമുള്ള കാലം അത്രയും അതിന് നാശമുള്ളതല്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു ധർമ്മം ഉണ്ടായിരിക്കണം, നമ്മളതിനെ പരിപാലിക്കണം. അത് നമുക്ക് ഓരോ കാലഘട്ടത്തിൽ ഓരോ രീതിയിലാണ് നമുക്ക് ധർമ്മമുള്ളത്. നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമ്മൾ പഠിക്കുക, ബ്രഹ്മചര്യ നിഷ്ഠയോടുകൂടി പഠിച്ച് മാതാപിതാക്കളെ അനുസരിച്ച്
അനുസരിച്ച് നമ്മൾ അവരുടെ ഇച്ഛയനുസരിച്ച് ആ ഗുരുക്കന്മാരുടെ ഇച്ഛയനുസരിച്ച് നമ്മൾ ധർമ്മങ്ങളെ അനുഷ്ഠിച്ച് കടന്നു വന്ന് കുടുംബജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും പ്രായമായി കഴിയുമ്പോൾ അവരെ നമ്മൾ അനാഥാലയത്തിൽ കൊണ്ടയാക്കുവാൻ വേണ്ടിയുള്ളതല്ല എന്നാണ് ഗുരു ഇവിടെ പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ധർമ്മമാകുന്ന കുടുംബജീവിതത്തിൽ നിന്നുകൊണ്ട് മാതാപിതാക്കളെ സംരക്ഷിച്ച് നമ്മൾ നമ്മുടെ കുടുംബജീവിതത്തെ ഭംഗിയാക്കുവാനുള്ളതാണ് എന്നുള്ള ഒരു ലക്ഷ്യവുമുണ്ട്. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും നമ്മൾ വളർന്നു വരുന്നതിനിടയ്ക്ക് നമുക്ക് ചെയ്യേണ്ടതായ ഓരോ ധർമ്മത്തെയും അവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പം അവിടെ ദയ, നമുക്കറിയാം നമ്മുടെ ഈ ശാഖായോഗത്തിലോ നമുക്ക് വേണ്ടപ്പെട്ടതായ ഒരു വീട്ടില് ഒരാൾക്കൊരു അപകടമുണ്ടായുവെങ്കിൽ നമുക്കൊരു സഹായം കൊടുത്താൽ അത് ഗുരുവിന്റെ സങ്കല്പത്തിലെ ഒരു ദയയായി. ഇന്നിപ്പം ക്യാൻസർ രോഗികളും കിഡ്നി രോഗികളും ഇന്ന് പനി പോലെ ക്യാൻസർ പടർന്നു പിടിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്നിപ്പോൾ സഹായത്തിന് കാത്തിരിക്കുന്ന ധാരാളം ആളുകളുള്ള ഒരു സമൂഹത്തിലൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ പണത്തുണ്ടാക്കുന്ന പണത്തിൽ നിന്നും ഒരു 100 രൂപയെങ്കിലും നമുക്ക് മറ്റുള്ളവരെയും കൂടെ ചേർത്ത് 1000 രൂപ ആക്കി കൊടുക്കുവാൻ സാധിച്ചാൽ അവിടെ ദയയുടെയും അനുകമ്പയുടെയും ഭാവം അവിടെ കടന്നു വരികയാണ്. അവിടെ നമുക്കറിയാം ഇങ്ങനെയുള്ളവർക്ക് മാത്രമേ എന്തുണ്ടാവുകയുള്ളൂ? ശാന്തി ഉണ്ടാവുകയുള്ളൂ. ശാന്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്പലത്തിലിരിക്കുന്ന ശാന്തിയല്ല. ഓം ശാന്തി 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 എന്ന് പറഞ്ഞാൽ അത്യാത്മീകം, ആദി ഭൗതികം, ആദി ദൈവികം എന്നുള്ള ഒരു സങ്കല്പമുണ്ട്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിന് രോഗങ്ങളുണ്ടാകും, അത് ദൈവികമായ ഒരവസ്ഥയാണ്, ആദി ദൈവികമായ അവസ്ഥയാണ് അതിന് പറയുന്നത്. നമുക്ക് പല രീതിയിലുള്ള രോഗങ്ങൾ ഉണ്ടാവാം. അതുപോലെ ആദി ഭൗതികമായ അവസ്ഥ എന്ന് പറയുന്നത് ഈ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന, നമുക്കറിയാം കോവിഡ് വന്നു, നമ്മൾ ഒത്തിരി പഠിച്ചു, നമ്മളെ ഒത്തിരി പഠിപ്പിച്ചു, എന്നിട്ട് നമ്മൾ വീണ്ടും ആഡംബരങ്ങളിലേക്ക് എപ്പോഴും കുതിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് വീണ്ടും നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളൊന്ന് നടന്നു പോകുന്നു, ഒന്ന് തട്ടി വീണു, ഇപ്പോഴും നടന്നു പോകുമ്പോൾ ഒരു പട്ടി വന്ന് കടിച്ചു. ഇതെല്ലാം എന്താണ്? ഭൗതികമായ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടാണോ? അതിനെയല്ല പറയുന്നത്. നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ക്ഷോഭങ്ങള്, അതായത് നമുക്ക് വെള്ളപ്പൊക്കം ഉണ്ടാകാം, ഇടിമിന്നൽ മൂലമുണ്ടാകാം, അല്ലെങ്കിൽ കൊടുങ്കാറ്റ് മൂലമുണ്ടാകാം. ഇങ്ങനെയുള്ള ആ ക്ഷോഭങ്ങളെല്ലാം എന്താണ്? ആദി ഭൗതികമായ അവസ്ഥയാണ്. അപ്പോൾ ഇവിടെ ആദി ഭൗതികമുണ്ട്, ആദി ദൈവികമുണ്ട്. ഇങ്ങനെയുള്ള ഈ അവസ്ഥകളൊന്നും നമ്മളെ ബാധിക്കാതെ നമ്മൾക്ക് എന്ത് ചെയ്യണം? നമ്മൾ നല്ല പ്രാർത്ഥനയുള്ളവരായി, നല്ല ഗുരുവിശ്വാസികളായി, നമുക്ക് ഗുരുദേവൻ തന്നിരിക്കുന്ന ആ ക്ഷേത്രങ്ങളെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ഗുരുവിനെ എന്നും നമ്മുടെ വഴിയും വഴികാട്ടിയുമായി നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയണം. കാരണം ഓരോ പ്രതിഷ്ഠകൾക്കും ധാരാളം പ്രത്യേകതകളുണ്ട്. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. ഇനി എപ്പോഴെങ്കിലും തലയോലപ്പറമ്പിൽ നിന്ന് കാഞ്ഞിരമറ്റത്ത് ചെന്നിട്ട് നേരെ എറണാകുളത്തിന് കുരിക്കാട് കൂടി എറണാകുളത്തിന് പോകാതെ നേരെ എന്ത് ചെയ്യണം? കാഞ്ഞിരമറ്റത്ത് നിന്നും ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് പൂത്തോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നിട്ട് നിങ്ങൾ അവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് എറണാകുളത്തിന് പോകണം. ഇനി എറണാകുളത്തിന് പോകുമ്പോൾ അവിടെ നമ്മൾ ആ പൂത്തോട്ട ജംഗ്ഷനിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ആലപ്പുഴ ജില്ലയുടെയും കോട്ടയം ജില്ലയുടെയും എറണാകുളം ജില്ലയുടെയും സംഗമ ഭൂമിയായ പൂത്തോട്ടയിൽ ശ്രീനാരായണ ഗുരുദേവൻ ഒരു പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. അവിടെ ശിവഭഗവാനെ പ്രതിഷ്ഠിച്ചിട്ട് ശ്രീ വല്ലഭ ക്ഷേത്രം എന്ന് പേരിട്ടു. ഇന്ന് ശ്രീനാരായണ വല്ലഭ ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്നു. അവിടെ പ്രതിഷ്ഠ നടക്കുവാനുള്ള അവിടെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് സ്വാമി തൃപ്പാദങ്ങൾ ചെന്നപ്പോൾ അവിടെയുള്ള ആളുകൾ പറഞ്ഞു, ഇവിടെ ദേവിയെ വേണം, സുബ്രഹ്മണ്യനെ വേണം, ശിവനെ വേണം എന്നിങ്ങനെ പറഞ്ഞു. അവസാനം സുബ്രഹ്മണ്യനും ശിവനും 2 ശ്രീകോവിലിൽ വേണം എന്നുള്ള തർക്കം ഉണ്ടായപ്പോൾ സ്വാമി തൃപ്പാദങ്ങൾ പറഞ്ഞു, ഒരു ശിവലിംഗം നാം ഇവിടെ പ്രതിഷ്ഠിക്കുവാൻ പോകുന്നു. അപ്പൊ അതിലേക്ക് പൂർണ്ണമായി ഞാൻ കിടക്കുന്നില്ല, സമയക്കുറവുള്ളതുകൊണ്ട്. അങ്ങനെ ശ്രീനാരായണ തൃപ്പാദങ്ങൾ ആ ശ്രീകോവിലിനുള്ളിൽ ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ചിട്ട് സ്വാമി തൃപ്പാദങ്ങൾ വെളിയിലേക്ക് വന്നപ്പോൾ സ്വാമി തൃപ്പാദങ്ങളുടെ ആ തിരുനെറ്റി ആ ശ്രീകോവിലിന്റെ ആ വാതിൽപ്പടിയിൽ അല്ലെങ്കിൽ കട്ടിളപ്പടിയിൽ ഒന്ന് മുട്ടിയപ്പോൾ ആ സ്വാമി തൃപ്പാദങ്ങൾ വെളിയെ വന്നിട്ട് പറഞ്ഞു, ഇവിടെ ഇനി ഒരു മുട്ടും ഉണ്ടാകുകയില്ല, ഇവിടെ സരസ്വതി വിളയാടുമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അവിടെ ചെന്നാൽ അറിയാം, ഇന്ന് 15 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ഏറ്റവും ഭംഗിയായി പോകുന്ന ഒരു ശാഖായോഗമാണ് പൂത്തോട്ടയിൽ പ്രവർത്തിക്കുന്ന ശാഖായോഗം എന്ന് പറയുന്നത്. എല്ലാവർക്കും ലോകത്തിന് മാതൃകയായി ഇപ്പോഴത്തെ കമ്മിറ്റി അവിടെ പ്രവർത്തിക്കുകയാണ്. കഴിഞ്ഞ 2-3 വർഷക്കാലമായിട്ട് അവർ ചെയ്യുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞ ഉത്സവത്തിന്റെ പരിപാടികളെല്ലാം ലഘൂകരിച്ചിട്ട് അവിടെ വരുന്ന ഫണ്ടുകൾ മുഴുവൻ അത് ശേഖരിച്ച് അവിടെ വീടില്ലാത്ത ആളുകളിൽ നിന്ന് ജാതി മത ഭേദമന്യേ അപേക്ഷ ക്ഷണിച്ച് അതിനകത്ത് അപേക്ഷ ക്ഷണിച്ചപ്പോൾ ആദ്യത്തെ പ്രാവശ്യം 20 വീട്ടുകാർ അപേക്ഷ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും 10 വീട് പണിയാനുള്ള പൈസയേ ഉള്ളൂ. എല്ലാവരുടെയും കാങ്കൽ വെച്ച് നറുക്കെടുപ്പ് നടത്തി 10 വീട്ടുകാർക്ക് ആദ്യം വീട് പണിത് കൊടുത്തു. പിന്നീട് അടുത്ത ഉത്സവത്തിന്റെ സമയമായപ്പോഴത്തേനും ഘട്ടം ഘട്ടമായിട്ട് ഇപ്പോഴത്തെ ഈ ഉത്സവത്തോടു കൂടി അവിടുത്തെ ആ വീട് പണിത് കൊടുക്കുന്ന ആ സംവിധാനം പൂർത്തീകരിക്കുകയാണ്. അവിടെ ഗുരുവിന്റെ ആ സങ്കല്പത്തെ, ആ ദയയെ, ആ അനുകമ്പയെ അവിടെ ആ ക്ഷേത്രത്തിൽ വന്ന ധനം ഉപയോഗിച്ച് അവിടെ ചെയ്യുക. അത് ഗുരു നമ്മൾ പഠിപ്പിച്ച് ഗുരുദേവൻ പറയുന്നുണ്ട്, ക്ഷേത്രത്തിൽ വരുന്ന ധനം സ്വരുക്കൂട്ടി പാവങ്ങളായ ആളുകൾക്ക് വിദ്യാഭ്യാസത്തിന് കൊടുക്കണം. പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാത്ത മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ കഴിവുള്ളവരാണെങ്കിൽ അവരെ പഠിക്കാൻ
ക്ഷേത്രങ്ങളിൽ വരുന്ന ഫണ്ട് ഉപയോഗിച്ച് അല്ലെങ്കിൽ ധനം ഉപയോഗിച്ച് സഹായിക്കണം. ഇനി അതുമല്ലേ അവർക്ക് എന്തെങ്കിലും തൊഴിൽ പഠിപ്പിക്കുവാനുള്ള സംവിധാനം ക്ഷേത്രത്തിൽ നിന്നുണ്ട്. ഇതെല്ലാം ഗുരുവിന്റെ ക്ഷേത്ര സങ്കല്പത്തിലുള്ളതാണ്. അവിടെ ശിവഭഗവാനെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ തൃപ്പാദങ്ങൾ പറയുന്നുണ്ട്, ഇവിടെ ശ്രീ വല്ലഭനാണ്. എന്നാൽ ആറാട്ട് ദേവതയായി ആ ഉത്സവ നാളിൽ അതിന്റെ കിഴക്ക് വശത്തെ നട തുറന്ന് സുബ്രഹ്മണ്യന് അഭിഷേകം ചെയ്യണം. എവിടെ ചെയ്യണം? ആ ശിവലിംഗത്തിൽ തന്നെ. ഇടയ്ക്കൊന്ന് പോകണം അവിടെ കുഞ്ഞുങ്ങളുമൊക്കെ ആയിട്ട്. അങ്ങനെ ഗുരുവിന്റെ ആ ക്ഷേത്ര സങ്കേതങ്ങളിലൂടെ ഒന്ന് യാത്ര ചെയ്യണം. ഇനിയിപ്പോൾ സ്കൂൾ അടച്ചു കഴിയുമ്പോൾ ധാരാളം സമയമുണ്ട്. നിങ്ങളെല്ലാവരും നല്ലൊരു കൂട്ടായ്മ ഉണ്ടാക്കി നിങ്ങൾ ഇങ്ങനെ ഓരോ ക്ഷേത്രങ്ങളിലൂടെ പോയി അവിടെ ചെന്നാൽ അവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാൻ അവിടെ ആളുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അവിടെ ഗുരുവിന്റെ ക്ഷേത്ര സങ്കല്പത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതെല്ലാം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുവാൻ ഗുരുവിന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. കാരണം ഞാനിവിടെ 6:30 എത്തി. നമ്മുടെ സമ്മേളനം തുടങ്ങാൻ ഇച്ചിരി താമസിച്ചു. അപ്പോൾ ഇനി ഒത്തിരി സമയം മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പല സ്ഥലങ്ങളിൽ പോകേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ ഇനി അധികം ദീർഘിപ്പിക്കാതെ അല്ലേ നിർത്തുവാണ്. എന്തായാലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ ശാഖയിൽ നിന്നും ഒരു അഡ്വക്കേറ്റ് അല്ലേ ഉണ്ടായി. അത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഒരു കഥ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്താം. ശ്രീനാരായണ ഗുരുദേവന് 8ാമത്തെ വയസ്സിൽ കൈക്കരയിൽ നിന്നും എടുത്തു കൊണ്ടുപോയി പഠിപ്പിച്ച, സംസ്കൃതം പഠിപ്പിക്കാൻ കൊണ്ടുപോയ ബാലനാണ് ഭാർഗവൻ എന്ന് പറയുന്ന ആള്. പിന്നീട് ഗുരു സംസ്കൃതം പഠിപ്പിച്ചു. അവിടെ നിന്നും പിന്നീട് നല്ല ഉന്നതമായ വിദ്യാഭ്യാസമൊക്കെ കരസ്ഥമാക്കി. അതെല്ലാം കഴിഞ്ഞപ്പോൾ സ്വാമിതൃപാദങ്ങൾ പറഞ്ഞു, നീ എന്ത് ചെയ്യണം? നീ ഇനി വൈദ്യം പഠിക്കണം. വൈദ്യം നിന്റെ വയറിനും നമ്മുടെ ധർമ്മപ്രചരണം നിനക്ക് ജീവനായി എന്നും ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും വൈദ്യര് പറഞ്ഞു, എനിക്ക് എന്താ വേണ്ടത്? എനിക്ക് അഡ്വക്കേറ്റ് ആകണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും പറഞ്ഞു, നീ നിയമജ്ഞനാകത്തില്ല. നീ എന്താകത്തില്ല? നീ നിയമജ്ഞനാകത്തില്ല. നിന്റെ അനന്തര തലമുറയിൽ നിയമജ്ഞന്മാരെന്നും ഉണ്ടാകും. ആ ആളുടെ പേരാണ് ഭാർഗവൻ വൈദ്യര്. ഭാർഗവൻ വൈദ്യരുടെ ആ കുടുംബത്തില് എപ്പോഴും ഈ പറഞ്ഞതുപോലെ അഡ്വക്കറ്റുമാരും ജഡ്ജിമാരും ഒക്കെ ഉള്ള ഒരു കുടുംബമാണ്. ഗുരുവിന്റെ അനുഗ്രഹമാണ്. അവിടെ ഗുരുവിന്റെ ശിഷ്യനായ ആ ഭാർഗവന് വലിയ ആഗ്രഹമായിരുന്നു എന്ത്? ഒരു അഡ്വക്കറ്റ് ആകണമെന്ന്. അത് സാധിച്ചില്ല. അപ്പൊ ഗുരു എന്താണ് പറഞ്ഞത്? അത് നിനക്ക് സാധിക്കത്തില്ല. നീ വൈദ്യം പഠിക്കണം. നീ വൈദ്യത്തിൽ ശോഭിക്കും. നമുക്കറിയാം ആയുർവേദത്തിലെ നമ്മുടെ ആയുർവേദ മെഡിക്കൽ കോളേജിലെ പ്രധാന ഓഫീസറൊക്കെ ആയിട്ടാണ് അദ്ദേഹം പെൻഷനായത് നമ്മൾ മനസ്സിലാക്കാൻ ഞാൻ സൂചിപ്പിച്ചത്. അവിടെ ഗുരുവിന്റെ നിശ്ചയമനുസരിച്ച്, അവിടെ ആ ഗുരുനാഥന്റെ സങ്കല്പം അനുസരിച്ച് നമ്മുടെ ഈ ശാഖയിൽ നിന്നും ഒരു കുട്ടി ആ ഹൈക്കോടതിയുടെ ലേക്ക് കടന്നു ചെല്ലുവാൻ ഇടയായത് തീർച്ചയായും അത് ഭഗവാന്റെ അനുഗ്രഹമാണ്. അത് ആ കുട്ടിയുടെ വിശ്വാസമാണ്. ഈ കുട്ടികളൊക്കെ ഒരു പക്ഷേയെങ്കിൽ ബാലവേദിയുമായി ചേർന്ന് നിന്ന് പഠിച്ചവരായിരിക്കാം. ഇവിടെ അങ്ങനെ ധാരാളം ആളുകളുണ്ട്. ബാലവേദിയിലൂടെ പഠിച്ച് വളർന്നു വന്ന ധാരാളം കുട്ടികളുണ്ട്. അവർക്കെല്ലാം ഗുരുവിൽ വിശ്വാസമുണ്ട്. അവർക്ക് നല്ലതുണ്ട്. നമ്മുടെ സുധിയുടെ മോളാണെങ്കിലും അവരെല്ലാം നല്ല പ്രാർത്ഥനയുള്ള കുട്ടികളാണ്. ആ കുടുംബത്തെ എനിക്ക് നേരത്തെ മുതൽ അറിയാം. അവരുടെ വെല്ലുമിശ്ശിയുടെ വീട് എൻ്റെ വീടിനടുത്താണ്. അവരുടെയൊക്കെ കുടുംബങ്ങളിൽ 2 നേരവും പ്രാർത്ഥനയുള്ള കുടുംബങ്ങളാണ്. അങ്ങനെ നമ്മുടെ എല്ലാ ഭവനങ്ങളിലും നല്ല രീതിയിൽ പ്രാർത്ഥനയുണ്ടാകണം. ഗുരുവാണ് നമ്മുടെ വഴിയും വഴികാട്ടിയും. ആരായുകിലന്തത്വം ഒഴിച്ചാതിമഹസ്യൻ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പര ദൈവം. അങ്ങനെയുള്ള ആ ഗുരു നമ്മുടെ വഴിയും വഴികാട്ടിയുമായി എന്നും നമ്മോട് ചേർന്നുണ്ടാകണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും രാവിലെ നമ്മൾ പ്രാർത്ഥനകൾ നടത്തണം. സമയം കിട്ടുമ്പോഴൊക്കെ ക്ഷേത്രങ്ങളിൽ പോകണം. സമയം ഉണ്ടാക്കിയും ക്ഷേത്രങ്ങളിൽ പോകണം. ജോലിക്കാരെ സംബന്ധിച്ചിടത്തോളം സമയം കിട്ടുമ്പോഴേ പോക്ക് നടക്കത്തുള്ളൂ. ബാക്കിയുള്ള ആളുകളെല്ലാം ക്ഷേത്രത്തിൽ പോകണം. ചതയവ്രതങ്ങൾ അനുഷ്ഠിക്കണം. ചതയത്തിന് തലേ ദിവസം നിർബന്ധമായും രോഗങ്ങളൊന്നുമില്ലാത്ത ആളുകൾ ഒരിക്കൽ നിന്ന് ചതയത്തിന്റെ അന്ന് രാവിലെ നമ്മുടെ ആ ക്ഷേത്രത്തിലെത്തി അവിടുത്തെ പ്രാർത്ഥനയിൽ പങ്കാളികളായി അവിടുന്ന് കിട്ടുന്ന ഗുരുപൂജാ പ്രസാദം കഴിച്ച് അന്ന് വൈകിട്ട് കൂടി നമ്മൾ എന്ത് ചെയ്യണം? ആ ചതയവ്രതം അനുഷ്ഠിച്ച് ചതയത്തിന്റെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ വീണ്ടും ക്ഷേത്രത്തിലെത്തി തീർത്ഥം സേവിച്ച് ചതയവ്രതം അവസാനിപ്പിക്കാവൂ. പല ആളുകളും ചെയ്യുന്നത് ചതയത്തിന്റെ അന്ന് ഉച്ചയ്ക്കത്തെ ഭക്ഷണത്തോടു കൂടി എന്ത് ചെയ്യും? ചതയവ്രതം അവസാനിപ്പിക്കും. പക്ഷെ നമ്മൾ ഒരു ദിവസത്തെ നോയമ്പ് പൂർണ്ണമായി എടുക്കുന്നില്ല. തലേ ദിവസം ഒരിക്കലും നിൽക്കുന്നു. ചതയത്തിന്റെ അന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ചതയത്തിന്റെ അന്ന് നമ്മൾ നമ്മുടെ ക്ഷേത്രത്തിലെത്തുന്നു. അവിടെ പ്രാർത്ഥനയിൽ പങ്കാളികളാകുന്നു. യഥാശക്തി വഴിപാടിന് കൊടുക്കുന്നു.
അവിടുന്ന് കിട്ടുന്ന ആ പ്രസാദത്തെ നമ്മൾ ഗുരുപൂജാ പ്രസാദം കഴിച്ച് അന്ന് വൈകിട്ട് കൂടി നമ്മൾ എന്ത് ചെയ്യണം? വ്രതത്തോടു കൂടി ഇരുന്ന് പിറ്റേ ദിവസം രാവിലെ നമ്മൾ ക്ഷേത്രത്തിലെത്തുകയോ, ഇനി ക്ഷേത്രത്തിലെത്തി നോയമ്പ് അവസാനിപ്പിക്കാൻ സാധിച്ചില്ല എങ്കിൽ വിളക്ക് കത്തിക്കുമ്പോൾ ആ വിളക്കിനടുത്ത് ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് തുളസിയിലയിട്ട് ഇത് ശിവഗിരി തീർത്ഥമാണെന്നോ, ഇനി മന്ത്രം അറിയാവുന്നവരാണെങ്കിൽ അതിനെയൊക്കെ ഒന്ന് മൂടിപ്പിടിച്ച് ഓം ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലദോസ്മിൻ സന്നദ്ധൻ കുറും എന്ന് സങ്കല്പിച്ചുകൊണ്ട് അതിനെ തീർത്ഥമാക്കി മാറ്റി പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം അത് സേവിച്ചും നമുക്ക് അല്ലെങ്കിൽ കഴിച്ചും നമുക്ക് എന്ത് ചെയ്യാം? നോയമ്പ് അവസാനിപ്പിക്കാം. അങ്ങനെ നമ്മൾ ഒരു ചിട്ടയുള്ളവരായിരിക്കണം. എല്ലാ മാസത്തിലെയും ചതയത്തിന് എല്ലാ ആളുകളും നോയമ്പെടുക്കണം. സ്ത്രീകൾ ചിലപ്പോൾ ഒക്കെ അവർക്ക് അശുദ്ധിയൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ നോയമ്പെടുക്കണം. അന്ന് ആ നോയമ്പോട് കൂടി നിങ്ങൾ മുന്നോട്ട് പോകും. അതിനൊന്നും ഒരു തെറ്റില്ല. അതുപോലെ തന്നെ സാങ്കല്പിക നോയമ്പുകൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അശുദ്ധി ഉണ്ടാകുമ്പോൾ അത് എണ്ണത്തിൽ കൂട്ടാതെ അടുത്ത പ്രാവശ്യം അതിനെ നികത്തി എടുത്താൽ മതി. നിങ്ങൾ നോയമ്പ് മുടങ്ങിപ്പോയല്ലോ എന്ന് വേവലാതിപ്പെടേണ്ട. ഇത് ഈശ്വരൻ നമുക്ക് തന്നിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഒരു ജനങ്ങളെ അല്ലെ ഓരോ ജീവിക്കുമുണ്ട്. അങ്ങനെ ആ ഒരു ജീവികൾക്ക് ഇങ്ങനെ തന്നിരിക്കുന്നതാണ്. അപ്പൊ അതുപോലെ മനുഷ്യനും തന്നിരിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മളെല്ലാവരും സൃഷ്ടിയുടെ ആ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണത്. അതിന്ന് ലോകത്തെല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് അതിനൊന്നും ആരും വേദനിക്കേണ്ട. അപ്പൊ നമ്മൾ നല്ല ശുദ്ധിയുള്ളവരായി, നല്ല വ്രതമുള്ളവരായി, നമ്മൾ വ്രതങ്ങളൊക്കെ ഇടയ്ക്ക് അനുഷ്ഠിക്കാൻ ഗുരു പറഞ്ഞു. എന്തിനാ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത്? നമ്മുടെ മനസ്സിന് സുഖം കിട്ടും, നമ്മുടെ ശരീരത്തിനെ ക്രമപ്പെടുത്താൻ പറ്റും. പിന്നെ വ്രതത്തോടുകൂടി നമ്മുടെ ക്ഷേത്രത്തിൽ വന്നിരിക്കുമ്പോൾ അവർക്ക് രോഗങ്ങൾ പോലും മാറും. അത് നമ്മളിലും ക്ഷേത്രത്തിലുമുള്ള വിശ്വാസമാണ്. അതാണ് നമുക്കുണ്ടാകേണ്ടത്. നമുക്ക് അടിയുറച്ച് വിശ്വാസം ഉണ്ടാകണം ആ ഗുരുവില്, അതുപോലെ തന്നെ നമ്മൾ വിശ്വസിക്കുന്ന ദേവതയില്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ദേവതകളൊക്കെ ആയിരിക്കാം വിശ്വാസം. അടിയുറച്ച് വിശ്വസിക്കുക. എല്ലാ മാസത്തിലെയും ചതയത്തിന് നമ്മുടെ വീട്ടിലെ ഗുരുദേവന്റെ ചിത്രത്തില് ഒരു മാലയിട്ട് അന്ന് 5 തിരിയിട്ട് 2 നേരവും വിളക്ക് കൊളുത്തി അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഓം ശ്രീനാരായണ പരമഗുരുവേ എന്ന് തുടങ്ങുന്ന ആ ഗുരു പുഷ്പാഞ്ജലി മന്ത്രം ചൊല്ലി ഓം അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപ എന്ന് അവസാനിക്കുന്ന ആ മന്ത്രം എല്ലാവർക്കും ചൊല്ലാം. സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ചൊല്ലാം. ഇനി ജോലിയൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞ് നമ്മൾ ശരീരശുദ്ധി വരുത്തിയതിന് ശേഷം വേണമെങ്കിൽ അമ്മമാർക്ക് ഇരുന്ന് ചൊല്ലാം. ക്ഷേത്രത്തിലേക്ക് വരാൻ പറ്റാത്തവർക്ക് ക്ഷേത്രത്തിൽ വരാൻ പറ്റുന്നവര് ക്ഷേത്രത്തിൽ വരണം. ക്ഷേത്രം നമുക്ക് എല്ലാവിധമായ ഊർജത്തെയും പ്രദാനം ചെയ്യുവാൻ വേണ്ടിയാണ് നാം ക്ഷേത്രത്തെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇരുളടഞ്ഞ ജീവിതം എപ്പോഴും അത് നാശത്തിലേക്ക് പോകും. ക്ഷേത്രത്തിലെത്തുമ്പോൾ അവിടെയുള്ള ആ ബിംബത്തെയെല്ലാം നമ്മൾ സ്മരിക്കുന്നത്, ഓർക്കുന്നത്. പിന്നെയോ ആ ഒരു ദേവതാ സങ്കല്പമാണ്. അത് നിങ്ങളെ എല്ലാ നന്മയിലേക്കും നയിക്കുമെന്ന് പറഞ്ഞ ആ ഗുരുവിന്റെ പാദങ്ങളിൽ എപ്പോഴും പ്രണമിച്ചുകൊണ്ട് നല്ല രീതിയിൽ വ്രതങ്ങൾ അനുഷ്ഠിച്ച് ഈ ചതയത്തിന് വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നതോടൊപ്പം നമുക്കറിയാം ഷഷ്ടി നോയമ്പുകൾ അനുഷ്ഠിക്കാറുണ്ട്. അത് അനുഷ്ഠിക്കാം. അതിനുള്ള സൗകര്യം നമുക്ക് ഇവിടെയുണ്ട്. ഈ ക്ഷേത്രത്തിൽ വന്നാലും മതി. അവിടെ ഇരുന്നിട്ട് നമ്മൾ സുബ്രഹ്മണ്യന്റെ കീർത്തനങ്ങളൊക്കെ പാടിയാൽ മതി. അവിടെ സുബ്രഹ്മണ്യ കീർത്തനം പാടുമ്പോൾ നമുക്കറിയാൻ പറ്റും അവിടെ ശിവഭഗവാനെ ചേർത്ത് വെച്ചിരിക്കുക അല്ലേ? അർക്കബിംബമൊരാറുതി സുയരുന്ന പോലെ വിളങ്ങിടും തൃക്കിരീട ജടക്കിടയ്ക്കരപങ്ങളും വിളിതുമ്പയും ദുഷ്കൃതങ്ങളകറ്റുവ ഒഴുകിടുമമ്പരഗംഗയും കൃത്കുറും നിലെനിക്കു കാണണം എപ്പോഴും ഗുഗഭാഗ്യമാം. എന്റെ സുബ്രഹ്മണ്യ, നീ എന്നെ ഒന്ന് രക്ഷിക്കണം. ഭാഗ്യമാൻ എന്ന് പറഞ്ഞ രക്ഷിക്കണം. അത് എങ്ങനെയാ? സുബ്രഹ്മണ്യൻ എന്നെ രക്ഷിക്കണം. പക്ഷെ പറയുകയാണ് അവിടെ എന്താ ഉള്ളത്? ജടയുണ്ട്. ജട ആർക്കാ ഉള്ളത്? ശിവഭഗവാനാണല്ലേ. അവിടെ എന്തുണ്ട്? അവിടെ പണങ്ങളുണ്ട്, പാമ്പുകളുണ്ട്, ചന്ദ്രക്കലയുണ്ട്. അവിടെ എല്ലാം സുബ്രഹ്മണ്യന്റെ ആ പ്രാർത്ഥനയിലും നമുക്ക് ശിവനെ ചേർത്ത് വെച്ചിരിക്കുന്നുവെങ്കിൽ ആ ശിവന്റെ മാഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ ശിവപ്രതിഷ്ഠയിലൂടെ അങ്ങനെ കടന്ന് അവസാനം ചെയ്തത് ആരെ തന്നെയാണ്? ഉള്ളല ഓങ്കാരേശ്വര ക്ഷേത്രത്തിലെ ഒരു കണ്ണാടിയിലെ രസം ചുരണ്ടി ഓം ശാന്തി എന്നെഴുതി പ്രണവപ്രതിഷ്ഠ നടത്തിയെങ്കിൽ ഉള്ളല ഓങ്കാരേശ്വര ക്ഷേത്ര സന്നിധിയിൽ എല്ലാ വ്യാഴാഴ്ച ദിവസവും നടക്കുന്ന ആ നെയ്വിളക്കിൽ ആയിരങ്ങളാണ് പങ്കെടുക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഗുരുവിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി അർപ്പണ മനോഭാവത്തോടുകൂടി ചെല്ലുന്ന എല്ലാവർക്കും ഗുരുവിന്റെ അനുഗ്രഹമുണ്ട്. ശരീരമർത്ഥം പ്രാണഞ്ച സദ്ഗുരുഭ്യോ നിവേദ്യ. എല്ലാവരും ഗുരുവിലേക്ക് ആത്മസമർപ്പണം ചെയ്ത് ഗുരുവിന്റെ മക്കളായി വരും തലമുറയെ ഈ ക്ഷേത്രങ്ങളുമായി ചേർന്ന് നിർത്തി നമ്മുടെ പ്രാർത്ഥനകൾ പഠിപ്പിച്ച് ചിട്ടയോടുകൂടി പോകാം. ഏതൊരു മതസ്ഥർക്കും ചെല്ലാം. ജാതി മത ഭേദമന്യേ എല്ലാവർക്കും നന്നാകുവാൻ ശ്രീനാരായണ ഗുരുദേവൻ തന്നിരിക്കുന്ന ഒരു ചെറിയ പുസ്തകമെന്ന് നമ്മുടെ മനസ്സിൽ തോന്നുമെങ്കിലും ലോകം പഠിച്ചിട്ടും അർത്ഥങ്ങൾ എഴുതിയിട്ടും തീരാത്ത ഒരു ഗ്രന്ഥമാണ്
ശ്രീനാരായണ ധർമ്മം എന്ന ഗ്രന്ഥം. ജാതിമതഭേദമന്യേ ആർക്കും പഠിക്കുവാൻ പറ്റുന്ന ആശയങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ തന്നിരിക്കുന്ന ആ ശ്രീനാരായണ ധർമ്മവും പഠിപ്പിച്ച് കൃതികളും പഠിപ്പിച്ച് മക്കളെ ചേർത്ത് പിടിച്ച് ഗുരുവിന്റെ ക്ഷേത്രങ്ങളിലൂടെ വല്ലപ്പോഴുമൊക്കെ ഒന്ന് സഞ്ചരിച്ച് അരിപ്പുറത്ത് വരുന്ന ആളുകൾക്ക് മുഴുവൻ താമസിക്കുവാനുള്ള സൗകര്യങ്ങൾ അവിടെ ആയിട്ടുണ്ട്. അവിടെ ഭക്തജനങ്ങൾ വന്ന് താമസിക്കുവാൻ പ്രത്യേക രീതിയിലുള്ള കെട്ടിടം കഴിഞ്ഞ ശിവരാത്രിക്ക് മുമ്പായി ഉദ്ഘാടന കർമ്മം നടന്നിരിക്കുന്നു. അതിനകത്തെല്ലാം ഞാൻ സ്വാമിയുമായിട്ട് പാമ്പാടി മേഖലയിൽ അത്യാവശ്യം ചില ആളുകളെയൊക്കെ ഇന്ന് കഴിഞ്ഞ ദിവസവും ഒക്കെ കണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണ്. ഇപ്പോൾ അത് കൂടാതെ ഇനി അടുത്ത ദിവസവും അവിടെ നിർമ്മാണ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുകയാണ്. അടുത്ത ആളുകൾ വരുമ്പോൾ താമസിക്കത്തക്ക രീതിയിലുള്ള സംവിധാനങ്ങളെല്ലാം അവിടെ ഒരുക്കുന്നുണ്ട്. പഴയ രീതിയിലുള്ള അരിപ്പുറത്തിന് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കേന്ദ്ര സർക്കാരിൽ നിന്നും കേരള സർക്കാരിൽ നിന്നും പല രീതിയിലുള്ള സംവിധാനങ്ങളോടുകൂടി വരുന്നു. ഇന്ന് നമുക്കറിയാം അവിടെ ചെല്ലുമ്പോഴുള്ള ആ കൊടിതൂക്കി മലയുടെ മുകളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ധ്യാന മന്ദിരം തീരുന്നു. ഞാനത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നത്, നിങ്ങൾ കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ ഒരു ദിവസം താമസിക്കാൻ പോകണം, അവിടെ ഇരിക്കണം, അവിടെയുള്ള സന്യാസി ശ്രേഷ്ഠന്മാരോട് ചോദിക്കണം ഈ ക്ഷേത്രത്തിന്റെ മാഹാത്മ്യം. അവിടെ ചെല്ലുമ്പോൾ ഒരു മയിലിന്റെ രൂപത്തെ കാണാം. ആ മയിലിന്റെ രൂപം എന്ന് പറയുന്നത് അവിടെ പേട്ടയിലുള്ള മരിയൻ ചട്ടമ്പി എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ സഹോദരൻ ശ്രീനാരായണ ഗുരുദേവന് പാദകാണിക്കയായി സമർപ്പിച്ചതാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു, അത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ആ വലിയ പ്രശ്നത്തിന് പരിഹാരം കാണാൻ അദ്ദേഹം പല സ്ഥലങ്ങളിലും ചെന്നു. അവസാനം അരിയപ്പുറത്ത് വന്ന ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളോട് പറഞ്ഞപ്പോൾ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ആ കാലഘട്ടത്തിൽ സുബ്രഹ്മണ്യ ഉപാസന ശക്തമായ രീതിയിൽ ഉണ്ടായിരുന്നുകൊണ്ട് ആ സുബ്രഹ്മണ്യ ഉപാസനയിലൂടെ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയും അതിന്റെ വെളിച്ചത്തിൽ ആ മരിയൻ ചട്ടമ്പി എന്ന് പറയുന്ന ക്രിസ്ത്യൻ സഹോദരന്റെ ഉത്തിഷ്ട കാര്യം സാധിച്ചതിന് പ്രതിഫലമായി ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദത്തിന് പാദകാണിക്കയായി കൊടുത്ത ഒറ്റത്തടിയിൽ തീർത്ത മയിലിന്റെ രൂപം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എത്രയോ മനോഹരമാണ് ആ മയിലിന്റെ രൂപം. എല്ലാ വർഷവും ആ ശിവരാത്രി നാളിൽ ആ മയിലിന്റെ രൂപത്തിലേക്ക് ശ്രീ സുബ്രഹ്മണ്യ ഭഗവാന്റെ ശിവേലി വിഗ്രഹത്തെ വെച്ച് പ്രത്യേക രീതിയിൽ അലങ്കരിച്ച് നാദസ്വര മേളത്തോടുകൂടി എഴുന്നള്ളിക്കുമ്പോൾ നമുക്കറിയാം ജീവനുള്ള ആ മയിൽ എഴുന്നള്ളി വരുന്നത് പോലെ ആ തുടിക്കുന്ന ആ ഓരോ ഹൃദയങ്ങളിലേക്കും ഭക്തന്മാരുടെ ഹൃദയങ്ങളിലേക്കും മുഴുവൻ ആ രൂപവും ഭാവവും എത്തിക്കുവാൻ ആ രൂപത്തിന് സാധിക്കുന്നുണ്ടെങ്കിൽ, ആ മയിലിന് സാധിക്കുന്നുണ്ടെങ്കിൽ അത് ശ്രീനാരായണ ഗുരുദേവന്റെ ചൈതന്യം കൊണ്ടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പോലുള്ള സന്നിധികളിൽ ഇപ്പൊ നമ്മൾ അരിപ്പുറത്താണേലും ശിവഗിരിയിലാണേലും കുഞ്ഞുങ്ങളുമായി ചെന്ന് ഓടിപ്പോരാതെ ഓരോ ദിവസവും അവിടെ കുറെ സമയം ചെലവഴിച്ച് അവിടുത്തെ മാഹാത്മ്യം മനസ്സിലാക്കി ആ അന്തരീക്ഷത്തിലൂടെ ഒന്ന് ആ വായുവൊക്കെ ഒന്ന് ശ്വസിച്ച് ഭഗവാന്റെ ആ അനുഗ്രഹം ഒന്ന് ഏറ്റുവാങ്ങി നമുക്ക് മുന്നോട്ട് പോകുവാൻ ഗുരുദേവന്റെയും പൂർണ്ണമായ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമയം ഏറെ വൈകിയതുകൊണ്ട് ഗുരുവിന്റെ ആ ക്ഷേത്ര സങ്കല്പവും ഗുരുദേവന്റെ ആരാധനാ രീതികളും ഗുരു നമുക്ക് തന്നിരിക്കുന്ന പ്രാർത്ഥനയും ചേർത്ത് വെച്ച് സംഭാഷണം ചെയ്യണമെന്ന് പ്രിയപ്പെട്ട സുധിയും അതുപോലെ മോൻസൻ ചേട്ടനും ഒക്കെ വിളിച്ചു പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ ഞാൻ അതിനെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് എൻ്റെ അറിവിലൊതുങ്ങുന്നതായ ചില കാര്യങ്ങൾ സംഭാഷണം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ അവസരം തന്ന ഈ ക്ഷേത്രത്തിന്റെ മുഴുവൻ ഭാരവാഹികളോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഇത്രയും നേരവും വിടുന്ന പ്രിയപ്പെട്ട ഈ ഭക്തജനങ്ങളോടും എന്നെ ശ്രവിച്ച ഇവിടെ എത്താതെയും ഇവിടെ എത്തിയും എന്നെ ശ്രവിച്ച മുഴുവൻ ആളുകളോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ടും നല്ല രീതിയിൽ മൈക്കിനെ തന്നുകൊണ്ട് സഹായിച്ച അതിൻ്റെ ഓപ്പറേറ്ററോടും ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് വിശപ്പുണ്ട്, വിശപ്പിനെ അകറ്റുവാൻ ഒരു ക്ഷേത്ര സന്നിധിയിൽ എത്തുന്ന ആളുകളും വിശന്നു പോകുവാൻ പാടില്ല. അരിപ്പുറത്ത് എത്തുന്ന ആളുകൾക്ക് അന്ന് പച്ചരി മറച്ചോറും സാമ്പാറും അച്ചാറ് രണ്ടും വേണമെന്ന് തൃപ്പാദങ്ങൾ കൈകൊണ്ട് കാണിച്ചുവെങ്കിൽ ഇന്ന് നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളിലും നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ കൊടുക്കത്തക്ക രീതിയിലുള്ള സമ്പ്രദായത്തിൽ എത്തിയെങ്കിൽ, ഇന്ന് നമ്മൾ നല്ല വസ്ത്രം ധരിക്കുന്നുവെങ്കിൽ, നല്ല രീതിയിൽ ഒരുങ്ങി നടക്കുന്നുവെങ്കിൽ, ആഘോഷങ്ങൾ നടത്തുന്നുവെങ്കിൽ, ആഡംബരങ്ങൾ നടത്തുന്നുവെങ്കിൽ ഇതിനെല്ലാം കാരണഭൂതനായി തീർന്ന ആ മഹാഗുരുവാണ്. ആ മഹാഗുരുവിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വീട്ടില് ഒരു ആഘോഷം നടക്കുമ്പോൾ ആ ഗുരുവിനെ സങ്കല്പിച്ച് നിങ്ങൾ എന്തെങ്കിലും ഒരു വിഹിതം ആ ക്ഷേത്ര സന്നിധിയിൽ ചതയം നടത്തുവാൻ വേണ്ടി മാറ്റിവെക്കണം. നമുക്കറിയാം കുഞ്ഞുങ്ങളുടെ പിറന്നാളൊക്കെ വളരെ ഗംഭീരമായ രീതിയിൽ ആഘോഷിക്കാറുണ്ട്. കേക്കൊക്കെ വെച്ച് ആ കേക്കിന് മുകളിൽ മെഴുകുതിരി കത്തിച്ച് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞ് കൈകളടിച്ച് ഊതിക്കെടുത്തുന്നു. പക്ഷേ നമ്മളെ അങ്ങനെയല്ല ഗുരു പഠിപ്പിച്ചത്. ഗുരു നമ്മളെ പഠിപ്പിച്ചത് എന്താണ്? ഗുരു നമ്മളെ പഠിപ്പിച്ചത് ഈ ദീപം എന്ന് പറയുന്നത് പ്രത്യക്ഷമായ ബ്രഹ്മമാണ്. അതാണ് ഗുരുവിന്റെ അവസാന കൃതി. ഓം അഗ്നേതവയത്തേജസ്തബ്രാഹ്മം അധസ്തം പ്രത്യക്ഷം ബ്രഹ്മാസ്തി തുതീയ ഇന്ദ്രിയാണി മനോബുദ്ധിരിതി ശബ്ദജിഹ്വാഹ ത്വയ് വിഷയായി സമിതോ ജുഹോമി അഹം നിത്യാജ്യം ജുഹോമി ത്വം നഃ പ്രസീദ പ്രസീദ ശ്രേഷ്ഠ പ്രേക്ഷ പ്രേക്ഷ സ്വാഹ. ഓം ശാന്തി ശാന്തി എന്നുള്ള ആ മന്ത്രം നമുക്ക് എല്ലാ ദിവസവും ഒരു 3 പ്രാവശ്യമെങ്കിലും നമ്മുടെ വീടുകളിൽ ചൊല്ലുവാനും കഴിയട്ടെ. ഇതിനെല്ലാം ഗുരുദേവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് എന്നെ ഇത്ര
വാക്കുകളെ നിരസിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. നമസ്തേ. അടുത്തതായിട്ട് ആശംസ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ ആഘോഷ കമ്മിറ്റിയുടെ രക്ഷാധികാരി ശ്രീമതി ശാന്തമ ടീച്ചറെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ മോനിച്ചർ അവർ, മുഖ്യപ്രഭാഷണം നടത്തിയ പ്രസാദ് സാർ അവർ, ജില്ലാ പ്രസിഡന്റ് കറിയാച്ചൻ അവർ, പിന്നെ ഉത്സവത്തിൻ്റെ എല്ലാ ഉത്സവം ഭംഗിയാക്കാൻ വേണ്ടി രാവും പകലും പ്രവർത്തിച്ച് ക്ഷേത്രത്തിൻ്റെ വികസനത്തിന് വേണ്ടിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മോനു, പിന്നെ നമ്മുടെ അനുമോദനം ഏറ്റുവാങ്ങാൻ വന്ന അഖില തങ്കപ്പൻ, സന്ധ്യ ഷീലു, സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പ്രഭാഷണമൊക്കെ കഴിഞ്ഞ് നേരം ഒത്തിരി വൈകിപ്പോയതുകൊണ്ട് എല്ലാവരും പോകാൻ തിരക്കിട്ട് ഇരിക്കുന്ന സമയമായതുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൃത്യം നിർവഹിക്കാമെന്ന് വിചാരിക്കുന്നു. ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാൻ തോന്നുന്നത് ക്ഷേത്രത്തിൻ്റെ ഭാരതീയ ക്ഷേത്ര സങ്കല്പത്തെക്കുറിച്ച് പറയാനാണ്. 1-2 കാര്യങ്ങൾ പറഞ്ഞ് അത് പറയുന്നത് ഉചിതമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു ക്ഷേത്രം ഒരു ദേശത്തുണ്ടായാൽ ആ ക്ഷേത്രത്തിൽ ആ ദേശത്തിൽ തന്നെ അഭിവൃദ്ധി ഉണ്ടാകുന്നു, ഐശ്വര്യമുണ്ടാകുന്നു. അതുപോലെ ആ ദേശവാസികൾക്കും എല്ലാം രക്ഷകനായി എല്ലാ ദുഃഖങ്ങളും തീർക്കുന്നതായ ഒരു നല്ല ജീവിതം ആ ദേശവാസികൾക്കും കിട്ടുന്നു. അങ്ങനെ നമ്മുടെ വിഷയങ്ങളിൽ കൊടുംചൂടിൽ ഉഴലുന്ന നമ്മൾക്ക് അതിൽ നിന്ന് രക്ഷ നേടുന്നതിനും ശാശ്വതമായ ശാന്തി ലഭിക്കുന്ന ഒരു സ്ഥലമാണ് ക്ഷേത്രം. ധർമ്മചിന്തകളും അതുപോലെ തന്നെ തത്വസംഹിതകളും തത്വങ്ങളും ഉൾക്കൊള്ളുന്ന മനുഷ്യ മനസ്സിനെ നയിക്കുന്ന ഒരു പുണ്യഭൂമിയാണ് ക്ഷേത്രം. ആ ക്ഷേത്രത്തെ നമ്മൾ എങ്ങനെയാണോ കാണുന്നത്, എങ്ങനെയാണോ പരിപാലിക്കുന്നത്, അതനുസരിച്ച് നമ്മുടെ നാടിനും നമ്മുടെ നാട്ടിലുള്ള ദേശവാസികൾക്കും ആ അനുഗ്രഹം ഉണ്ടാകുന്നു. ഇന്ന് നമ്മുടെ സങ്കല്പങ്ങളും നമ്മുടെ ചിന്തകളും ധർമ്മചിന്തകളും ഇന്ന് വികലമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വികലമായിരിക്കുന്ന സമയത്ത് ദേവന്റെ അനുഗ്രഹം നമുക്കുണ്ടാകില്ല, ദേവസംയോഗം ഉണ്ടാവില്ല, ദേവവിയോഗമാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്ഷേത്രത്തിൻ്റെ ഭഗവാന്റെ അല്ലെ ദേവന്റെ അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ നമ്മൾ വരദാനമായി വരദാന മഴ ദേവാംശം വരദാനമായി നൽകുന്ന ഒരു മഴയായി തീരാൻ മഴയായി നദിയായി തീരാൻ നമ്മൾ ഓർക്കേണ്ടതാണ്. എൻ്റെ ചെറുപ്പത്തിൽ തന്നെയാണെങ്കിൽ ഒരു കാര്യം കൂടെ പറയട്ടെ. ചെറുപ്പത്തിൽ ഇവിടെ നമ്മുടെ രക്ഷകനായ ഗുരുദേവൻ മാത്രമായി ഉണ്ടായിരുന്ന ഗുരുദേവ ക്ഷേത്രമായി അറിയപ്പെട്ടിരുന്നതാണ്. എന്നാൽ 20 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെ സർവരക്ഷകനായ പൂർണ്ണരൂപനായ ആദിത്യ വിഷ്ണു ഭഗവാൻ ഉണ്ടായി. ദുരിതങ്ങളെല്ലാം മാറുന്ന ദുർഗാദേവി വന്നു. പിന്നെ എല്ലാവർക്കും മംഗളം നൽകുന്ന ഭദ്രകാളിയമ്മ വന്നു. ഭൂമിയിലെ രാജാക്കന്മാരായി കരുതിയിരുന്ന നാഗരാജാക്കന്മാരുണ്ട്. ഇങ്ങനെ ഈ ക്ഷേത്രം 20 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും എല്ലാ ദേവാംശവും ഉൾക്കൊള്ളുന്ന അല്ലെ വരമായി നമുക്ക് നൽകുന്ന ഒരു സ്ഥാപനമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ സങ്കല്പങ്ങളെ അല്ലെ നമ്മുടെ ആദർശങ്ങളും നമ്മുടെ ചിന്തകളും വികലമാക്കുന്ന ഒരു രീതിയും ഒരു പ്രവൃത്തിയും നമ്മൾ ചെയ്യരുത്. ഈശ്വരൻ്റെ ചൈതന്യം ഉണ്ടാകുന്ന രീതിയിൽ അനുകൂലമായ അല്ലെങ്കിൽ അതനുസരിച്ചുള്ള നല്ല പ്രവൃത്തികൾ മാത്രമേ നമ്മൾ ചെയ്യാവുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമ്മളെ ക്ഷേത്രത്തിലിരിക്കുന്ന ദേവന് ചൈതന്യം വർദ്ധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ ചിന്തയെയും മനസ്സിനെയും നല്ല വഴിക്ക് നയിക്കേണ്ടത് ആവശ്യമാണ്.
ഇന്ന് നമ്മുടെ ഈ ക്ഷേത്രം ഒരു സങ്കടഭൂമിയായിരിക്കുകയാണ്, അതെടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ആ സാഹചര്യം അങ്ങനെയാണ്. എങ്കിലും അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് ഈ ഉത്സവം ഭംഗിയാക്കണം, ഉത്സവത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മുടെ ഈ ശാഖാംഗങ്ങൾ ഒരുങ്ങുകയും അത് നല്ല ഭംഗിയായി കൊണ്ടുപോകാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് ഇതുപോലെ നമ്മുടെ ക്ഷേത്രത്തിൽ നല്ല രീതികൾ, നല്ല ചൈതന്യം വരുന്ന രീതിയിലുള്ള സൽപ്രവർത്തികളും ചിന്തകളും കൊണ്ട് നമ്മുടെ മനസ്സിൽ നിറയ്ക്കണം. അങ്ങനെ വന്നാൽ മാത്രമേ നമ്മൾക്ക് ഓരോരുത്തർക്കും പുരോഗതി ഉണ്ടാവുകയുള്ളൂ. ഇതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, ഉത്സവത്തിൻ്റെ പ്രാധാന്യം. ഒരു ക്ഷേത്രത്തിൽ ഉത്സവത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഭാഗവതത്തിൽ 11-ാം സ്കന്ധത്തിൽ ഭഗവത്ഭക്തനായ ഉദ്ധവര് ഭഗവാൻ കൃഷ്ണനോട് ചോദിക്കുന്നു, അങ്ങയുടെ പ്രീതി കിട്ടാൻ വേണ്ടി ഞങ്ങൾ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയാണ് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ് ഉദ്ധവരോട്, നിങ്ങൾ എൻ്റെ നാമങ്ങൾ ചൊല്ലണം, എൻ്റെ കഥകൾ വായിക്കണം, എന്നെ മനസ്സിൽ ആരാധിക്കണം, അതോടൊപ്പം എൻ്റെ ഉത്സവവും നടത്തണം. ആ ഉത്സവം ആര് നടത്തുന്നുവോ അവരിൽ ഞാൻ സംപ്രീതനായിരിക്കും. അങ്ങനെ ആ ഉത്സവത്തിന് അത്രയും പ്രാധാന്യം ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് വായിച്ചറിഞ്ഞിട്ടുള്ളവർ ഉത്സവം എങ്ങനെ നടത്തണമെന്നും അതിൻ്റെ പ്രാധാന്യം അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുകയും ചെയ്യും. അതുകൂടി ഈ സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞുകൊള്ളുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണത്തോടുകൂടി എല്ലാവരും ഈ ഉത്സവം ഭംഗിയായി നടത്താൻ വേണ്ടി അതിൻ്റെ കമ്മിറ്റിക്കാർക്കും ഭഗവാന്റെ കാരുണ്യത്താൽ എല്ലാ ഉത്സവം ഭംഗിയായി തരാൻ വേണ്ടി ആകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇനിയും ഇവിടെ അനുമോദനം പറയാനായിട്ട് എത്തിയിരിക്കുന്ന നമ്മുടെ ശാഖാംഗമായ അനില തങ്കപ്പൻ, അത് നമുക്കെല്ലാവർക്കും ഒരു അഭിമാനമാണ്. ആ കുട്ടി ഒരു ഉന്നത ബിരുദം നേടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് അവളുടെ ജീവിതത്തിൽ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ നമ്മുടെ 2-ാം വാർഡ് മെമ്പറായ സന്ധ്യ ഷിലുവിനും അവിടെ കർമ്മപദത്തിൽ വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. കുമാരി ഗംഗയ്ക്കും ആ ജീവിതത്തിലെ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നീട് നമ്മുടെ 2-ാം വാർഡിൽ നിന്ന് ജയിച്ചു വന്ന കറിയാച്ചനും തൻ്റെ കർമ്മപദം വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാവിധ നന്മകളും കഴിയട്ടെ, എല്ലാവിധ കഴിവുകളും പ്രയോഗിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഈ ഉത്സവം ഭംഗിയായി നടത്താൻ വേണ്ടി ഇതിനുവേണ്ടി പ്രവർത്തിച്ചവർക്ക്, ഇതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരന്മാർക്ക് എല്ലാ കഴിവുകളും നൽകി അവരുടെ ഭഗവാന്റെ അനുഗ്രഹത്താൽ കാരുണ്യത്താൽ ഈ ഉത്സവം ഭംഗിയായി തരണമേ എന്ന് ഭഗവാനോട് അപേക്ഷിക്കുന്നു. ഉത്സവം നമ്മുടെ ഈ സമ്മേളനത്തിൽ കൃതജ്ഞത അറിയിക്കുന്നതിന് വേണ്ടി നമ്മുടെ കൺവീനർ ഗോകുൽജിന്ന് അതിനെ ക്ഷണിക്കുന്നു. ബഹുമാനായ അധ്യക്ഷൻ ശ്രീ KP മൻചൻ കുരക്കാട്ട്, നമ്മുടെ ഈ യോഗ ഉദ്ഘാടനം ചെയ്ത ശ്രീ PM സ്കറിയ, നമുക്ക് നല്ലൊരു പ്രഭാഷണം കാഴ്ചവെച്ച ശ്രീ പ്രസാദ് കുരപ്പട, നമ്മുടെ ഉത്സവം ഇന്നലെ കൊണ്ട് കൊടിയേറിയിരിക്കുകയാണ്. എല്ലാവർക്കും തിരുവുത്സവാശംസകൾ. നമ്മുടെ യോഗ നടപടികൾ അവസാനിച്ചിരിക്കുന്നു. നാളെ കൺവെൻഷൻ്റെ 2-ാം ദിവസമാണ്. എല്ലാവരും കടന്നു വന്ന് ഈ കൺവെൻഷൻ വൻവിജയമാക്കുവാനായിട്ട് നാളെയും എത്തിച്ചേരണമെന്ന് ഭഗവാന്റെ നാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ്.